ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർ എൻ്റെ എല്ലാ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേര് എന്താണെന്ന് അറിയോ? അതിൻ്റെ പേര് ബ്രീത്തിങ് ആറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ ഇന്നിവിടെ ഡീകോഡ് ചെയ്യാൻ പോവാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്താ പറയുന്നത്? ആസ് യു ഹാവ് റീഡ് earlier, oxygen is utilized by the organisms to indirectly break down the simple molecules like glucose, amino acids, fatty acids, etc. to derive energy to perform various activities. അപ്പോൾ മക്കളെ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. അപ്പോൾ ഈ എനർജി ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ? ഓരോരോ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം. അപ്പൊ നമുക്ക് എനർജി കിട്ടുന്നത് ഫുഡിലൂടെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ, നമ്മൾ ബ്രീത്തിങ്ങിന്റെ ഒക്കെ ഫലമായിട്ട് നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ഓക്സിജൻ ഇല്ലേ? അപ്പൊ ഈ ഓക്സിജൻ എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത് നോക്കി. ആസ് യു ഹാവ് റീഡ് ഏർലിയർ, നേരത്തെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഓക്സിജൻ ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ ഓർഗാനിസംസ് ഇറ്റ് ഇൻഡയറക്ട്ലി ബ്രേക്ക് ഡൗൺ സിമ്പിൾ മോളിക്യൂൾസ്. അതായത് നമ്മൾ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇൻഡയറക്ട്ലി നമ്മുടെ ബോഡിക്കകത്ത് ഫോം ചെയ്യുന്ന ഈ ഒരു ഡൈജഷന്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന മെറ്റീരിയൽസ് ഇല്ലേ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, അവയൊക്കെ ഇല്ലേ? അപ്പൊ അവയൊക്കെ എന്ത് ചെയ്യുന്നു? ഇൻഡയറക്ട്ലി നമ്മുടെ ഓക്സിജൻ ചെന്നിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എന്ത് റിലീസ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പൊ നോക്കി, ഇവിടെ പറഞ്ഞത്രേ ഉള്ളൂ, ഓക്സിജൻ ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ ഓർഗാനിസംസ്. ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗാനിസംസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടായി? ടു ഇൻഡയറക്ട്ലി ബ്രേക്ക് ഡൗൺ ദ സിമ്പിൾ മോളിക്യൂൾസ് ലൈക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, എക്സെട്ര ടു ഡിറൈവ് എനർജി ടു പെർഫോം വേരിയസ് ആക്ടിവിറ്റീസ്. പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എനർജി വേണം, അല്ലെ? അപ്പൊ ആ എനർജി കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഡൈജഷന്റെ ഫലമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസ്, ഫാറ്റി ആസിഡ്സ്, അമിനോ ആസിഡ്സ് ഒക്കെ ഇൻഡയറക്ട്ലി എന്ത് ചെയ്യണം? ഓക്സിജൻ വന്നിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. അതിന്റെ ഫലമായിട്ടാണ് എനർജി റിലീസ് ചെയ്യപ്പെടുന്നത്. കാർബൺ ഡയോക്സൈഡ് വിച്ച് ഈസ് ഹാർംഫുൾ is also released during the above catabolic reaction. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു കാറ്റബോളിക് റിയാക്ഷൻ, അമിനോ ആസിഡ്സും ഫാറ്റി ആസിഡ്സും ഗ്ലൂക്കോസും ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞേ? ഓക്സിജൻ വന്നിട്ട് ഈ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഈ ഒരു പ്രോസസ് നമുക്ക് ഒരു കാറ്റബോളിക് റിയാക്ഷൻ ആണെന്ന് പറയാം. എന്ത് റിയാക്ഷൻ ആണെന്ന് പറയുന്നു? കാറ്റബോളിക് റിയാക്ഷൻ ആണെന്ന് പറയാം. അപ്പൊ ഈ ഒരു കാറ്റബോളിക് റിയാക്ഷന്റെ ഫലമായിട്ട് അവിടെ റിലീസ് ചെയ്യപ്പെടുന്ന ഒരാളാണ് എന്തെന്ന് പറയുന്നത്? എനർജി. എനർജിയോടൊപ്പം തന്നെ ആരും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്? അവിടെ കാർബൺ ഡയോക്സൈഡും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആണ് ഏതെന്ന് പറയുക? കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡ് നമുക്ക് വേണ്ട. ഈ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അതും ഈ ഒരു ബ്രീതിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ, അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. ഇവിടെ നോക്കി, കാർബൺ ഡയോക്സൈഡ് വിച്ച് ഇസ് ഹാർംഫുൾ ഇസ് ഓൾസോ റിലീസ്ഡ് ഡ്യൂറിങ് ദ എബോവ് കാറ്റബോളിക് റിയാക്ഷൻ. അല്ലെ, നേരത്തെ പറഞ്ഞ കാറ്റബോളിക് റിയാക്ഷന്റെ ഫലമായിട്ട് നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു കാർബൺ ഡയോക്സൈഡും എന്ത് ചെയ്യുന്നുണ്ട്? എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. It is therefore evident that oxygen has to be continuously provided to the cells and carbon dioxide produced by the cells to be released out. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ബോഡിക്കകത്തേക്ക് എല്ലായ്പ്പോഴും നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്? ഓക്സിജൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം നമ്മുടെ ബോഡിയിൽ ഈ ഓരോ വർക്കും ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി വേണം. എനർജി വേണമെങ്കിൽ ഡൈജഷന്റെ ഫലമായിട്ട് ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓരോ മോളിക്യൂൾസിനും ഇൻഡയറക്ട്ലി ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിക്കണം നമ്മുടെ ഓക്സിജൻ. എങ്കിൽ മാത്രം എനർജി റിലീസ് ആവത്തുള്ളൂ. ഈ എനർജി റിലീസ് ആവുന്നതിനോടൊപ്പം തന്നെ ഇവിടെ കാർബൺ ഡയോക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ് വേസ്റ്റ് മെറ്റീരിയൽ, അത് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പാടില്ല. അതും എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? എലിമിനേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ സെൽസിനെ എല്ലായ്പ്പോഴും എന്ത് കിട്ടിക്കൊണ്ടേയിരിക്കണം? ഓക്സിജൻ കിട്ടിക്കൊണ്ടേയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സെൽസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് ഫോം ചെയ്ത് വരുന്ന കാർബൺ ഡയോക്സൈഡ് അവിടെ നിന്ന് എന്ത് ചെയ്തേ പറ്റുള്ളൂ? എലിമിനേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതവിടെ പറയണേ. ഓക്സിജൻ ഹാസ് ടു ബി കണ്ടിന്യൂസ്ലി പ്രൊവൈഡ് ടു ദ സെൽസ്. സെൽസിന് കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്തേ പറ്റുള്ളൂ? നമ്മൾ റിലീസ് ചെയ്തേ പറ്റുകയുള്ളൂ. This process of exchange of oxygen from the atmosphere with carbon dioxide produced by the cells is called breathing and it is commonly known as respiration. അപ്പൊ ബ്രീത്തിങ്ങിനെ തന്നെയാണ് നമ്മൾ കോമൺലി വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്താ പറയുക? റെസ്പിറേഷൻ. അപ്പൊ എന്താണ്
ബ്രീതിങ് അല്ലെങ്കിൽ എന്താണ് റെസ്പിറേഷൻ, അതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ദിസ് പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ അല്ലേ. അതായത് ഇവിടെ എന്താ ചെയ്തത്, ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്നും എടുത്തിട്ട് അത് എന്തുമായിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്തത്, നമ്മുടെ ബോഡിക്കകത്ത് ഫോം ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടാണ് എന്ത് ചെയ്തത്, എക്സ്ചേഞ്ച് ചെയ്തത് അല്ലേ. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം, ബ്രീതിങ് അഥവാ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. പ്ലേസ് യുവർ ഹാൻഡ്സ് ഓൺ യുവർ ചെസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ ചെസ്റ്റ് നെഞ്ചു വരുന്ന ആ റീജിയനിലോട്ട് ഒന്ന് വെച്ച് നോക്കി, എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ, ഉണ്ടാവുന്നു അല്ലേ. അതായത് നമ്മുടെ തൊറാസിക് ക്യാവിറ്റി ഈ തൊറാസിക് റീജിയൻ ഒന്ന് ഉയരുകയും താഴുന്നതുമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അല്ല, അങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണം എന്താ, ഏത് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ്, ബ്രീതിങ് പ്രോസസ് അവിടെ നടക്കുന്നത് കൊണ്ടാണ്. നോക്കുക, പ്ലേസ് യുവർ ഹാൻഡ്സ് ഓൺ യുവർ ചെസ്റ്റ്. യു ക്യാൻ ഫീൽ ദ ചെസ്റ്റ് മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ അല്ലേ. കൈകൾ നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ വെക്കുമ്പോൾ, ചെസ്റ്റ് റീജിയനിൽ നമ്മൾ വെക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ആ ഒരു തൊറാസിക് ക്യാവിറ്റി ചെസ്റ്റ് റീജിയൻ മുകളിലേക്ക് ഉയരുന്നതും താഴുന്നതുമായിട്ട് നമുക്ക് തോന്നുകയല്ല, ആണ് തന്നെ നടക്കുന്നതുമുണ്ട് അല്ലെ, നടക്കുന്നതാണ് അവിടെ സംഭവിക്കുന്നത്. യു നോ ദാറ്റ് ഇറ്റ് ഈസ് ഡ്യൂ ടു ബ്രീത്തിങ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ, എന്തുകൊണ്ട് ഇങ്ങനെ ഉയരുന്നതും താഴുന്നതുമായിട്ട് നമുക്ക് ഫീൽ ചെയ്ത ചെസ്റ്റ് റീജിയൻ, ബിക്കോസ് ഓഫ് ബ്രീതിങ്. ഹൗ ഡു വി ബ്രീത്ത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ബ്രീത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ബ്രീത്തിങ്ങിന്റെ മെക്കാനിസം നടക്കുന്നത്, അല്ലെ ബ്രീത്തിങ്ങിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ അതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ, ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. The respiratory organs and the mechanism of breathing are described in the following sections of the chapter. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ എന്തിനെ കുറിച്ചൊക്കെയാ പറയുന്നത് നോക്കി, റെസ്പിറേറ്ററി ഓർഗൻസ്, ശ്വസന അവയവങ്ങളെ കുറിച്ചിട്ട്, അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന മെക്കാനിസം എന്താണ്, അതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവ ഓരോന്നും പാർട്ട് ബൈ പാർട്ടായിട്ട് അല്ലെങ്കിൽ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗമാണ് റെസ്പിറേറ്ററി ഓർഗൻസിനെ കുറിച്ചിട്ട്. അപ്പൊ എന്താ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് നോക്കിയാലോ. റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, റെസ്പിറേഷന് സഹായിക്കുന്ന അവയവങ്ങൾ, അവയാണ് നമ്മൾ എന്താ പറയാ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കി, മെക്കാനിസംസ് ഓഫ് ബ്രീതിങ് വേരി അമംഗ് different groups of organisms or different groups of animals depending mainly on their habitats and levels of organization. നമുക്കറിയാം ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പല ടൈപ്പ് അല്ലെങ്കിൽ പല തരത്തിലുള്ള ആനിമൽസിനെ അതിന്റെ ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിനോടൊപ്പം തന്നെ അവരുടെ ഹാബിറ്റാറ്റ് ഡിഫറെന്റ് ആണെന്ന് പഠിച്ചു ഈ ആനിമൽസിന്റെ, അല്ലെങ്കിൽ അവരുടെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഹാബിറ്റാറ്റും ലെവൽസ് ഓഫ് ഓർഗനൈസേഷനും ഒക്കെ ബേസ് ചെയ്തിട്ട് ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ, ഈ ആനിമൽസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ആനിമൽസിന്റെ റെസ്പിറേറ്ററി ഓർഗനും അവിടെ എന്താ പറയേണ്ടതായിട്ട് വരും, ഡിഫറെന്റ് ആണെന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പൊ പറയുന്നത് എന്താ നോക്കി, മെക്കാനിസം ഓഫ് ബ്രീതിങ് വേരി എന്ന് വേണ്ട അർത്ഥം എന്താ, ഡിഫറെന്റ് ആണ് അല്ലെ. ഈ ബ്രീതിങ് മെക്കാനിസം ഡിഫറെന്റ് ആയിരിക്കും. ആരില്, പല ഗ്രൂപ്പ് ഓഫ് ആനിമൽസിലും ഇതെന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അവർ പൊതുവേ നമ്മൾ ഈ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണം അവരുടെ ഹാബിറ്റാറ്റ്, അവരുടെ ചുറ്റുപാട്, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന അവരുടെ ആവാസ വ്യവസ്ഥ, അതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരുടെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു റെസ്പിറേറ്ററി ഓർഗൻസിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. നമുക്കറിയാം പല ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട്, അല്ലെങ്കിൽ പല ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സെല്ലുലാർ ലെവൽ ഉള്ളവരുണ്ട്, ടിഷ്യൂ ലെവലുണ്ട്, ഓർഗൻ ലെവലുണ്ട്, ഓർഗൻ സിസ്റ്റം ലെവലുണ്ട്. അപ്പൊ എന്താ ഈ കുഞ്ഞ് ഫൈലം തൊട്ട് പോരിഫെറ തൊട്ടങ്ങ് ഫൈലം കോഡേറ്റ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കോംപ്ലക്സിറ്റി കൂടുന്നതായിട്ട് കാണാം. പോരിഫെറ ടു ദ ഫൈലം കോഡേറ്റ, പോരിഫെറയിൽ നിന്നും കോഡേറ്റയിലോട്ട് പോകുന്തോറും കോംപ്ലക്സിറ്റി കൂടുകയാണ് അല്ലെ. അതായത് ഇവിടെ ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നോക്കുവാണെങ്കിൽ ഇത് കൂടും. അതായത് കോരിഫെറ നോക്കുകയാണെങ്കിൽ സെല്ലാർ ലെവലാണ്, അതേസമയം കോഡേറ്റ് നോക്കുകയാണെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവലിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഒരു ഹാബിറ്റാറ്റും ലെവൽ ഓഫ് ഓർഗനൈസേഷനും ഒക്കെ ഈ ഓരോ ആനിമൽസിലും ഡിഫറെന്റ് ആണ് നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ചിട്ട് ഈ ഒരു റെസ്പിറേറ്ററി ഓർഗൻസിലും എന്തുകൊണ്ട് വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കി, ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സ് ലൈക്ക് സ്പോഞ്ചസ്, സീലൻഡറേറ്റ്സ്, flatworms, etc. exchange oxygen with the carbon dioxide by simple diffusion over their entire body surface. അതായത് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ലോവർ ഇൻവെർട്ടിബ്രേറ്റുകളായിട്ടുള്ള സ്പോഞ്ചസ്, അതോടൊപ്പം തന്നെ സീലൻഡറേറ്റ എന്ന് പറയുന്ന ഒരു പൈല നമ്മൾ പഠിച്ചു അല്ലേ, സീലൻഡറേറ്റ്സ്, അതോടൊപ്പം തന്നെ മറ്റൊരാളാണ് ഫ്ലാറ്റ് വർം. അപ്പൊ ഇവയുടെയൊക്കെ കേസിൽ ഇവരുടെ ബോഡിയിൽ നടക്കുന്ന ഒരു മെത്തേഡിന്റെ പേരാണ് സിമ്പിൾ ഡിഫ്യൂഷൻ.
അപ്പൊ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് നമ്മൾ പറയണത്. അപ്പൊ ഈ ഒരു സിമ്പിൾ ഡിഫ്യൂഷൻ പ്രോസസ്സിന്റെ സഹായത്തോടു കൂടി അവരുടെ ബോഡി സർഫസിലൂടെയാണ്, അല്ലെങ്കിൽ എൻ്റയർ ബോഡി സർഫസിലൂടെയാണ് അവരെന്ത് ചെയ്യണത്, ഈ ഒരു റെസ്പിറേഷൻ പ്രോസസ്സ് ചെയ്യണത്. ഇനി അടുത്ത് നോക്കിയേ, എർത്തുവം. നമുക്കറിയാവുന്ന ഒരു ജീവിയാണ് എർത്തുവം. എനലിഡ വിഭാഗത്തിൽ വരുന്നതാണ് എർത്തുവംസ് അല്ലെ. അപ്പൊ എർത്തുവംസിന്റെ പ്രത്യേകത എന്താ, അവരുടെ ബോഡിയിൽ മോയിസ്റ്റ് ക്യൂട്ടിക്കിളിന്റെ സഹായത്തോടു കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്, റെസ്പിറേഷൻ ചെയ്യണത്. നോക്കിയേ, എർത്തുവംസ് യൂസ് ദ മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ ആൻഡ് ഇൻസെക്ട്സ് ഹാവ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് കോൾഡ് ട്രക്കിയൽ ട്യൂബ്സ്. ഇൻസെക്ട്സിന്റെ കേസിൽ ട്രക്കിയൽ ട്യൂബുകളാണ് സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, സ്പോഞ്ചസ്, സിലിൻഡ്രേറ്റ, ഫ്ലാറ്റ്വോംസിന്റെ കേസിൽ അവർ ബോഡി സർഫസിലൂടെ സിമ്പിൾ ഡിഫ്യൂഷൻ പ്രോസസ് വഴിയാണ് റെസ്പിറേഷൻ ചെയ്യുന്നത്. എർത്തുവോമിന്റെ കേസിൽ മോസ്റ്റ് ക്യൂട്ടിക്കിലൂടെയാണ് റെസ്പിറേഷൻ ചെയ്യുന്നത്. ഇൻസെക്ട്സ് ആണെങ്കിലോ ട്രക്കിയൽ ട്യൂബ്സിലൂടെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്. Insects have a network of tubes called tracheal tubes to transport atmospheric air within the body. ഇനി അടുത്ത ഒരെണ്ണം പറയുന്നത് നോക്കി, സ്പെഷ്യൽ വാസ്കുലറൈസ്ഡ് സ്ട്രക്ചേഴ്സ് കോൾഡ് ഗിൽസ്. ഇപ്പൊ ഒരു സ്ട്രക്ചറിന്റെ പേരാണ് ഗിൽസ് എന്ന് പറയാം. അപ്പൊ ഗിൽസ് വഴി റെസ്പിറേഷൻ നടത്തിയാൽ ആ റെസ്പിറേഷൻ ഒരു പേരുണ്ട്. ആ റെസ്പിറേഷന്റെ പേരാണ് ബ്രാൻകിയൽ റെസ്പിറേഷൻ. ഒരിക്കലും അത് ബ്രോൺകിയൽ എന്ന് പഠിക്കരുത്, അത് ബ്രാൻകിയൽ എന്ന് തന്നെ പഠിക്കണം. ബ്രാൻകിയൽ റെസ്പിറേഷൻ, ഗിൽസ് വഴി ഉള്ള റെസ്പിറേഷനെ വിളിക്കുന്ന പേരാണ് ബ്രാൻകിയൽ റെസ്പിറേഷൻ. അത് ആരാ ചെയ്യുന്നതെന്ന് നോക്കി, യൂസ്ഡ് ബൈ മോസ്റ്റ് ഓഫ് ദ അക്വാട്ടിക് ആർത്രോപോഡ്. അത് യൂസ് ചെയ്യുന്നത് ആരാണ്, അക്വാട്ടിക് ആർത്രോപോഡ്. ആർത്രോപോഡ്സ് എന്ന് പറയുമ്പോൾ അറിയാം ഇൻസെക്ട്സ് ആണ് അല്ലെ, ജലത്തിൽ ജീവിക്കുന്ന ഇൻസെക്ട്സ്. അതോടൊപ്പം തന്നെ മൊളുസ് അല്ലെ, മൊളുസ്കൻസ്, മൊളുസ്ക വിഭാഗത്തിൽ വരുന്നവര് ഒക്കെ ഏതാണ് യൂസ് ചെയ്യണത്, ഈ പറയുന്ന ഗിൽസ് ആണ്. ഇത് ബ്രാൻകിയൽ റെസ്പിറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, വേറാസ് വാസ്കുലറൈസ്ഡ് ബാഗ്സ് കോൾഡ് ലംസ്, ദാറ്റ് ഇസ് ദ പൾമണറി റെസ്പിറേഷൻ, ആർ യൂസ്ഡ് ബൈ ടെറസ്ട്രിയൽ ഫോംസ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഇനി മറ്റൊരെണ്ണമാണ് ലംസ്. അടുത്തൊരു റെസ്പിറേറ്ററി ഓർഗൻ ആണ് ലംസ് എന്ന് പറയാം. അപ്പൊ ലംസ് യൂസ് ചെയ്യുന്ന ആളാരാണെന്ന് അറിയാമോ, അവര് ആക്ച്വലി മെയിൻലി നിങ്ങൾ ഓർക്ക് വെച്ചിരിക്കുക, അത് പൊതുവെ വേർട്ടിബ്രേറ്റ്സ് ആയിരിക്കും ലംസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ എന്താണ്, വേർട്ടിബ്രേറ്റ്സിനകത്ത് വരുന്നവരല്ലേ നമ്മുടെ ഫിഷസ്. പക്ഷെ ഫിഷസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അത് ലംസ് ആയിരിക്കുകയില്ല, അവർ പൊതുവെ ഗിൽസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നോക്കി, ലംസ് എന്ന് പറയുമ്പോൾ ലംസ് വഴിയുള്ള റെസ്പിറേഷൻ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് പൾമണറി റെസ്പിറേഷൻ. എന്താ പേര്, പൾമണറി റെസ്പിറേഷൻ. ഇപ്പൊ പൾമണറി എന്ന് പറയുന്ന വേർഡ് എന്തുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലംസുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയാം, പൾമണറി. അപ്പൊ പൾമണറി റെസ്പിറേഷൻ എന്താണ്, റെസ്പിറേഷൻ ബൈ മീൻസ് ഓഫ് ലംസ്, ലംസ് വഴിയുള്ള റെസ്പിറേഷൻ. ഇനി പറയുന്നത് നോക്കി, എമംഗ് വേർട്ടിബ്രേറ്റ്സ്, വേർട്ടിബ്രേറ്റ്സിന്റെ കേസിൽ ഫിഷസ് യൂസ് ഗിൽസ്. മറന്നു പോരുത്, ഫിഷസ് വേർട്ടിബ്രേറ്റ്സിന്റെ കേസിൽ, വേർട്ടിബ്രേറ്റ്സിൽ തന്നെ ഫിഷസ് ഉണ്ടല്ലോ, ഫിഷസ് ഏതാ യൂസ് ചെയ്യുന്നതെന്ന് നോക്കി, അവര് യൂസ് ചെയ്യുന്നത് ഗിൽസ് ആണ് റെസ്പിറേഷന് വേണ്ടിയിട്ട്. ഇനി അടുത്ത ആരുണ്ട്, ഫിഷസ് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ആളാണ് ആംഫീബിയൻസ്. പിന്നെ ആരാണ്, റെപ്റ്റൈൽസ്, റെപ്റ്റൈൽസ് ഉണ്ട്. പിന്നെ ആരുണ്ട്, ബേർഡ്സ്, അതായത് എയ്ൽസ് ഉണ്ട്. പിന്നെ ആരുണ്ട്, ആംഫീബിയൻസ് ഉണ്ട് അല്ലെ, ബേർഡ്സ് ഉണ്ട്, ആംഫീബിയൻസ് ഉണ്ട്. അപ്പൊ മക്കളെ ഇത്രയും പേര്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, amphibians, reptiles, birds, sorry, amphibians അല്ല ഇവിടെ ലാസ്റ്റ്. This is the mammals. Okay, sorry. Okay, amphibians, reptiles, birds, this is the mammals. Okay, mammals. അപ്പൊ ഇവ 4 പേര്, അപ്പൊ ഇവരെല്ലാവരും എന്താണ്, റെസ്പയർ ചെയ്യുന്നതിന്റെ സഹായത്തോടു കൂടിയാണ്, ലങ്സിന്റെ സഹായത്തോടു കൂടിയാണ്. കൂടെ നോക്കുക, പറഞ്ഞു ഇത്രയുള്ളൂ. എമംഗ് വേർട്ടിബ്രേറ്റ്സ് ഫിഷസ് യൂസ് ഗിൽസ്, whereas amphibians, reptiles, birds and mammals respire through gills. Amphibians like frogs, frogs ഉണ്ടല്ലോ, അതായത് ആംഫിബിയൻസ് എക്സാമ്പിൾ അല്ലേ ഫ്രോഗ്. അപ്പൊ ഈ ആംഫിബിയൻസ് പ്രത്യേകം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കരയിലും വെള്ളത്തിലും അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആംഫിബിയൻസ് നമുക്കറിയാം ഇപ്പൊ ലംസ് ആണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഫ്രോഗ് അല്ലെങ്കിൽ ആംഫിബിയൻസിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താന്ന് നോക്കി, അവർക്ക് മോയിസ്റ്റ് സ്കിന്നിലൂടെയും അവർക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, റെസ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫ്രോഗിന്റെ കേസിൽ അവർക്ക് 2 രീതിയിൽ റെസ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയൊക്കെ റെസ്പയർ ചെയ്യാം, ലംസിലൂടെയും അവർക്ക് റെസ്പയർ ചെയ്യാനായിട്ട് സാധിക്കും, മോയിസ്റ്റ് സ്കിന്നിലൂടെയും അവർക്ക് റെസ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മോയിസ്റ്റ് സ്കിന്നിലുള്ള റെസ്പിറേഷൻ നമ്മൾ പേര് വിളിക്കും, അതിനെ വിളിക്കുന്ന പേരാണ്
ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. എന്താ വിളിക്കുക? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. അപ്പൊ മക്കളെ ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കേണ്ട 2-3 പോയിന്റ്സ് ഉണ്ടായിരുന്നു അല്ലെ? ആ പോയിന്റ്സ് ഏതൊക്കെയാന്ന് ഒന്നുകൂടെ ഞാനത് പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതാണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു കേസ്. അതായത് ബോഡി സർക്കസിലൂടെ സ്പോഞ്ചസ്, സിലിണ്ടറേറ്റും പ്ലാറ്റ്ഫോംസും ഒക്കെ റെസ്പയർ ചെയ്യും സിമ്പിൾ ഡിഫ്യൂഷൻ വഴി. പിന്നെ മോയിസ്റ്റ് ക്യൂട്ടിക്കിള് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, എർത്ത് വാം. ട്രക്കിയൽ ട്യൂബ്സ് ഇൻസെക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഗിൽസ് വഴിയുള്ള റെസ്പിറേഷൻ വിളിക്കുന്ന പേരാണ് ബ്രാങ്കിയൽ റെസ്പിറേഷൻ. ലങ്സ് വഴിയുള്ള റെസ്പിറേഷൻ വിളിക്കുന്ന പേരാണ് പൾമണറി റെസ്പിറേഷൻ. മോയിസ്റ്റ് സ്കിന്ന് വഴിയുള്ള റെസ്പിറേഷൻ വിളിക്കുന്ന പേരാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ഓക്കെ, അപ്പൊ അവിടെ കുറെ എക്സാംസ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ അവയെല്ലാം വളരെ 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 ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. രണ്ടാമത്തെ ഭാഗം അടുത്ത് തന്നിരിക്കുന്നത് എന്താണ്? ഓക്കെ, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. എന്തിനെ കുറിച്ചിട്ടാണ്? ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് മനുഷ്യന്റെ ബോഡിയിൽ കാണപ്പെടുന്ന ശ്വസന വ്യവസ്ഥയെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പൊ എന്താ പറയുന്നത് നോക്കി. വി ഹാവ് എ പെയർ ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് ഓപ്പണിംഗ് ഔട്ട് എബവ് ദ അപ്പർ ലിപ്സ്. നമ്മുടെ അപ്പർ ലിപ്സ് മേൽചുണ്ട് അല്ലെ? അപ്പൊ മുകൾ ചുണ്ട് അല്ലെ മേൽചുണ്ടിന് മുകളിലായിട്ട് നമുക്ക് 2 കുഞ്ഞു ദ്വാരങ്ങൾ കാണാനായിട്ട് സാധിക്കില്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എക്സ്റ്റേണൽ നോസ്ട്രിൽസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുന്നത്? എക്സ്റ്റേണൽ നോസ്ട്രിൽസ്. External nostrils. We have a pair of external nostrils opening out above the upper lips. It leads to a nasal chamber. ഈ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് എങ്ങോട്ടേക്കാണ് ലീഡ് ചെയ്യുന്നതെന്നാ പറയുന്നത്? നേസൽ ചേംബറിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. എങ്ങോട്ടേക്കാണ്? നേസൽ ചേംബറിലേക്കാണ്. ഏതിലൂടെ ലീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ത്രൂ എ നേസൽ പാസേജ്. നേസൽ പാസേജിലൂടെ നേസൽ ചേംബറിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ലീഡ്സ് ടു എ നേസൽ ചേംബർ ത്രൂ ദ നേസൽ പാസേജ്. The nasal chamber opens into the pharynx. ഇനി ഈ nasal chamber എങ്ങോട്ടേക്കാ തുറക്കുന്നതെന്ന് നോക്കി. അടുത്തൊരു ഭാഗത്തേക്കാ തുറക്കുന്ന. ഭാഗത്തിന്റെ പേരെന്താ? ഫാരിങ്സ് എന്ന് പറയും. എന്താ വിളിക്കുന്നത്? ഫാരിങ്സ് എന്ന് വിളിക്കും. ഇപ്പൊ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് അത് തുറക്കുന്നത് നേസൽ ചേംബറിലേക്ക്, അത് നേസൽ പാസേജ് വഴി നേസൽ ചേംബറിലേക്ക് തുറക്കുന്നു. അവിടെ നിന്ന് അത് എങ്ങോട്ടേക്ക് തുറക്കുന്നു? ഫാരിങ്സിലേക്ക് തുറക്കുന്നു. അതാണ് ഫാരിങ്സിന്റെ പ്രത്യേകത എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് വിച്ച് ഇസ് കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. അതായത് ഫുഡിന്റെയും എയറിന്റെയും കോമൺ പാസേജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാരിങ്സ് എന്ന് വിളിക്കുക. അപ്പൊ മറന്നു പോകരുത്, കോമൺ പാസേജ് ആണ്. കോമൺ പാസേജ് ഓ ഫുഡ് ആൻഡ് എയർ അല്ലെ? ആഹാരത്തിന്റെയും അതോടൊപ്പം തന്നെ എയറിന്റെ ഒരു കോമൺ പാസേജ് എന്നറിയപ്പെടുന്നതാണ് ആരെന്ന് പറയാ? ഫാരിങ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം. അപ്പൊ ഫാരിങ്സ് എത്തി. The pharynx opens through larynx region into trachea. ഇനി ഫാരിങ്സ് ആക്ച്വലി ഓപ്പൺ ചെയ്യണത് എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാരിങ്സ് എന്ന് പറയുന്ന ഭാഗത്തിലൂടെ എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്ന അറിയോ? ട്രക്കിയയിലേക്ക് ഓപ്പൺ ചെയ്യും. ട്രക്കിയ മക്കളെ, ട്രക്കിയ എന്ന് പറഞ്ഞാൽ വിൻഡ് പൈപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വിൻഡ് പൈപ്പ് അല്ലെ ട്രക്കിയയിലേക്ക് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഫാരിങ്സ് ലാരിങ്സിലൂടെ എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യാണ്? ട്രക്കിയയിലേക്ക് ഓപ്പൺ ചെയ്യും. അപ്പൊ ഇതിന് ഇടയ്ക്ക് വരുന്നൊരു ഭാഗമല്ലേ ലാരിങ്സ്. അപ്പൊ ലാരിങ്സ് എന്താണെന്ന് നോക്കാം. Larynx is a cartilaginous box which helps in sound protection and it is called the sound box. Larynx എന്ന് പറയുന്നത് ആക്ച്വലി കാർട്ടിലേജ് കൊണ്ട് നിർമ്മിച്ച ഒരു ബോക്സ് ആണ്. ഓക്കെ, അപ്പൊ അവയെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സൗണ്ട് ബോക്സ് എന്ന് അറിയപ്പെടും. എന്തെന്ന് അറിയപ്പെടുന്നത്? സൗണ്ട് ബോക്സ് എന്ന് അറിയപ്പെടും. During swallowing, glottis can be covered by a thin elastic cartilaginous flap called epiglottis to prevent the entry of food into the larynx. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി. അപ്പൊ ഇവിടെ ഈ ലാരിങ്സിന്റെ ആ ഒരു റീജിയനിൽ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ആ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോട്ടിസ് എന്ന് പറയും. എന്താ പറയുന്നത്? ഗ്ലോട്ടസ്. ആ ഓപ്പണിങ്ങിന്റെ പേര് ഗ്ലോട്ടസ്. ഓക്കെ, ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡ് നമ്മൾ വിഴുങ്ങുമല്ലോ, അതേ സമയത്ത് നമ്മൾ എന്തും ചെയ്യുന്നുണ്ട്? ബ്രീത്തിങ് നടത്തുന്നുണ്ട് അല്ലെ? എയറും എടുക്കുന്നുണ്ട് അല്ലെ? അതായത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് വിഴുങ്ങുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഫുഡ് ഈ പറയുന്ന പാസേജിലേക്ക് ലാരിങ്സിന്റെ ഒക്കെ റീജിയൻ ഉണ്ട്. അപ്പൊ ആ റീജിയനിലേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? അബദ്ധവശാൽ ഇറങ്ങിപ്പോയാൽ അത് ഒരുപാട് പ്രോബ്ലത്തിന് ഇടയാക്കും. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. അപ്പോ ലാരിങ്സിന്റെ റീജിയനിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പേരാണ് ഗ്ലോട്ടസ്. അപ്പൊ ഇത് തുറന്നിരുന്നെങ്കിൽ മാത്രമല്ല എയർ എല്ലാം ഇങ്ങനെ എന്ത് ചെയ്യത്തുള്ളൂ? അതിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യത്തും. അപ്പൊ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ ലാരിങ്സ് റീജിയനിലുള്ള ഗ്ലോട്ടസ് എന്ത് ചെയ്യുന്ന ചെറിയ തോതിലൊന്ന് അടച്ചു. എപ്പോഴും അല്ല, ചെറിയ തോതിലൊന്ന് നമ്മൾ വിഴുങ്ങുന്ന സമയത്ത് ഒന്ന് അടച്ചു വെക്കും. അപ്പൊ ആ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അടപ്പ് പൂർവ്വ സ്ട്രക്ചർ ഉണ്ടാവേണ്ടി അപ്പൊ അതിന് സഹായിക്കുന്ന ആ ഒരു ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയാം. ഓപ്പണിങ്ങിന്റെ പേര് ഗ്ലോട്ടിസ്, അതിന് സഹായിക്കുന്ന ആ ഒരു അടപ്പ് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിന്റെ പേരെന്താ? എപ്പിഗ്ലോട്ടിസ് എന്ന് വിളിക്കാം.
ഗ്ലോട്ടിസ് ഉണ്ട്, എപ്പിഗ്ലോട്ടിസ്. ഓപ്പണിങ്ങിന്റെ പേര് ഗ്ലോട്ടിസ്, അടപ്പ് പോലുള്ള സ്ട്രക്ചറിന്റെ പേര് എന്താ? എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടി എപ്പിഗ്ലോട്ടിസ് അവിടെ ഇരുന്നേ? ഈ ഭാഗത്തേക്ക് എന്ത് കയറാൻ പാടില്ല? ഫുഡ് കയറാൻ പാടില്ല, അല്ലെ? അത് അവിടെ എഴുതിയേക്കുന്നത്. പ്രിവെന്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ലാരിങ്സ്. ലാരിങ്സിലേക്ക് എന്ത് എൻട്രി ചെയ്യാൻ പാടില്ല? ഫുഡ് എൻട്രി ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി സഹായിച്ച ആളാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഭാഗം ഏതാ? ലാരിങ്സ് കഴിഞ്ഞ അടുത്ത ഭാഗമാണ് ട്രക്കിയ. അപ്പൊ ട്രക്കിയ എന്താ നോക്കി? ട്രക്കിയ ഈസ് എ സ്ട്രെയിറ്റ് ട്യൂബ്. ട്രക്കിയ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ട്യൂബാണ്. എക്സ്റ്റെൻഡിങ് അപ് ടു ദ മിഡ് തൊറാസിക് ക്യാവിറ്റി. അത് എങ്ങോട്ടേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? അത് നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയുടെ നടുക്ക്, സെന്റർ അല്ലെ, മിഡ് പോർഷൻ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഡിവൈഡ്സ് അറ്റ് ദ ലെവൽ ഓഫ് ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്രേ. അതായത് നമ്മുടെ ബാക്കിലുള്ള വെർട്ടിബ്രൽ കോളത്തിൽ 5ാമത്തെ തൊറാസിക് വെർട്ടിബ്രേ വരുന്ന ഭാഗം വരെ ഈ പറയുന്നവര് ചെന്നിട്ട് അതെന്ത് ചെയ്യും? അത് ഡിവൈഡ്, ആ ഒരു ഭാഗം എത്തുമ്പോൾ അവര് ഡിവൈഡ് ചെയ്യും. ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്രേ റീജിയൻ എത്തുമ്പോൾ അവരെത്തിയും ഡിവൈഡ് ചെയ്യുന്നു. എന്ത് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞ? ട്രക്കിയ ഡിവൈഡ് ചെയ്യുക. ട്രക്കിയ ഡിവൈഡ് ചെയ്തിട്ട് എന്തൊക്കെയായിട്ടാ മാറുന്നത് നോക്കി? റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ. എന്തായിട്ടാ കൺവേർട്ട് ചെയ്യണത്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ ആയിട്ട് മാറും. ഓക്കെ, പിന്നെ പറയുന്ന നോക്കി, ഈച്ച് ബ്രോങ്കൈ അണ്ടർഗോസ് റിപ്പീറ്റഡ് ഡിവിഷൻസ് ടു സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ബ്രോങ്കൈ. ഇവർ ഇനിയും ഡിവിഷൻ നടന്നിട്ട് സെക്കൻഡറി ബ്രോങ്കൈ ഉണ്ടാവും, പിന്നീട് അവര് ടെർഷ്യറി ബ്രോങ്കൈ ആയിട്ടൊക്കെ മാറി റിപ്പീറ്റഡ് ഡിവിഷൻ നടത്തിട്ടാ. ഇനി എന്താ സംഭവിക്കുക? പിന്നീട് അവര് പിന്നെയും അതിനും ഈ ബ്രോങ്കൈക്കും പിന്നീട് ഡിവിഷൻസ് നടത്തും, അല്ലെ? അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അതിന്റെ ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രോങ്കിയോൾ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ബ്രോങ്കിയോൾസ്. ഓക്കെ, ഇവിടെ അതാ പറയണത്. ഈച്ച് ബ്രോങ്കൈ അണ്ടർഗോ റിപ്പീറ്റഡ് ഡിവിഷൻസ് ടു ഫോം സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ് എക്സ്റ്റെൻഡിങ് അപ് ടു വെരി തിൻ ടെർമിനൽ ബ്രോങ്കൈ. അങ്ങനെ ഏറ്റവും അവസാനം എന്ത് ഫോം ചെയ്യുന്ന പറയണത്? എവിടം വരെ അവരെത്തിച്ചേരും? ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെ ആവും. ഓക്കെ, ഇപ്പൊ നോക്കിയാൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ ഉണ്ട്, പിന്നെ സെക്കൻഡറി ബ്രോങ്കൈ, പിന്നീട് ടെർഷ്യറി ബ്രോങ്കൈ, പിന്നെ ബ്രോങ്കിയോൾസ് തന്നെ ഏറ്റവും അവസാനിക്കുന്നത് ടെർമിനൽ ബ്രോങ്കിയോൾസ്. ഇനി നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുന്ന കേസാണ് ടെർമിനൽ ബ്രോങ്കിയോൾസിന്റെ ടിപ്പില്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും എൻഡിൽ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കും നോക്കി? അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും അറിയാമോ? ഒരു ഇറഗുലർ ആയിട്ടുള്ള തിൻ വോൾഡ് ആയിട്ടുള്ള വാസ്കുലൈസ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചർ കാണാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽവിയോള എന്ന് പറയും. എന്താ വിളിക്കുക? ആൽവിയോള. അപ്പം നമ്മൾ പറഞ്ഞത് എന്താ നോക്കി? ടെർമിനൽ ബ്രോങ്കിയോൾ, അതിന്റെ ഏറ്റവും ടിപ്പ് അല്ലെങ്കിൽ ഏറ്റവും അറ്റം നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ തിൻ ആയിട്ടുള്ള ഇറഗുലർ വോൾഡ് ആയിട്ടുള്ള വാസ്കുലറൈസ്ഡ് ബാഗ്, ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് കാണാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽവിയോള എന്ന് പറയും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് ഉണ്ട്, ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, അല്ലെ? അപ്പൊ അതെന്താന്ന് നോക്കാം. ദ ട്രക്കിയ, primary, secondary, tertiary bronchi and initial bronchioles are supported by incomplete cartilaginous ring. അപ്പൊ ആരൊക്കെയാണ് നോക്കി? ട്രക്കിയ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ബ്രോങ്കയും, ട്രക്കയും പ്രൈമറിയും സെക്കൻഡറിയും ടെറിഷറി ബ്രോങ്കയും, അതോടൊപ്പം തന്നെ ഇനിഷ്യൽ ബ്രോങ്കിയൽ, ആദ്യം പറഞ്ഞ കുറെ ബ്രോങ്കിയോൾസ് ഇല്ലേ, അപ്പൊ അവയെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്ന പറയുന്നത്? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ്ങുകളെ കാണാനായിട്ട് സാധിക്കും. ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിങ്സ് നമുക്ക് എവിടെയൊക്കെ കാണാം? ട്രക്കിയയില്, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ബ്രോങ്കയില്, ഇനിഷ്യൽ ബ്രോങ്ക്യൂൾസിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഫിഗർ കാണാം. ഓക്കെ, നിങ്ങൾ ഒരു ട്രക്കിയെ നോക്കുക. ട്രക്കി നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ സി ഷേപ്ഡ് ആയിട്ടുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ്സ് നിങ്ങൾക്ക് കണ്ടൂടെ? ഇതുപോലെ അകത്തേക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ അതാ പറഞ്ഞ് ട്രക്കിയയില്, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ബ്രോങ്കയില്, ബ്രോങ്ക്യൂൾസിലും ഒക്കെ നമുക്ക് എന്ത് കാണാം? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ്സ് കാണാം, സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞു ഏറ്റവും അവസാനം ടെർമിനൽ ബ്രോങ്കിയോളിന്റെ ഏറ്റവും അവസാനം ആരുണ്ടെന്ന് പറഞ്ഞു? ഒരു സാക്കിലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, വാസ്കുലറൈസ്ഡ് ആയിട്ടുള്ള ഒരു സാക്കിലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ പേരാണ് ആൽവിയോള എന്ന് പറയും. The branching network of bronchi, bronchioles and alveoli comprises the lungs. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു ട്രക്കിയ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കൈ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവാണ് ചെയ്തത്, അല്ലെ? ഈ ഒരു ഫിഗറിലോട്ട് നിങ്ങൾ നോക്കുക. ഇതാണ് നമ്മുടെ ട്രക്കിയ, അത് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആക്ച്വലി ഇതൊരു സാക്കിലൈക്ക് സ്ട്രക്ചറിന്റെ അകത്തോട്ട് ചെന്നിട്ടില്ല ബാക്കി ഡിവിഷൻ നടന്നത് ഈ ബ്രോങ്കൈക്ക്. ബ്രോങ്കൈ, പിന്നെ അത് ബ്രോങ്കിയോളായി, ടെർമിനൽ ബ്രോങ്കിയോള്, ഏറ്റവും അവസാനം ആൽവിയോളി. അപ്പൊ ഇങ്ങനെ പല ഡിവിഷൻസ് നമുക്ക് കാണാൻ പറ്റി. അതൊരു സാക്കിലൈക്ക് സ്ട്രക്ചറിനുള്ളിലാണ് നടക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലംസ് എന്ന് വിളിക്കുക.
ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ എന്താ വിളിച്ചേ? ലങ്സ് എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് നോക്കി? ദ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്, ആൽവിയോളി, ഇത്രയും കൂടി ചേർത്തതാണ് ആക്ച്വലി എന്തെന്ന് പറയണത്? ലങ്സ് എന്ന് പറയുന്നത്. വി ഹാവ് 2 lungs. നമുക്ക് എത്ര ലങ്സ് ഉണ്ട്? 2 ലങ്സ് ഉണ്ട്. വിച്ച് ആർ കവേർഡ് ബൈ എ ഡബിൾ ലെയേർഡ് പ്ലൂറ. ഇപ്പൊ നമുക്ക് 2 ലങ്സ് ഉണ്ട്. ഈ ലങ്സിനെ കവർ ചെയ്തുകൊണ്ടൊരു മെംബ്രെയിൻ ഉണ്ട് അല്ലെ? ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണുള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാ? പ്ലൂറ എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഡബിൾ ലെയർഡ് മെംബ്രെയിന്റെ പേരെന്താണ്? ലങ്സിനെ ചുറ്റിക്കൊണ്ടുള്ള ഡബിൾ ലെയർഡ് മെംബ്രെയിന്റെ പേരാണ് പ്ലൂറ. അപ്പൊ ഈ 2 ലെയറിനും ഇടയിൽ ഉറപ്പായിട്ടും ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിനകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫീഡിന്റെ പേരാണ് പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ 2 ഡബിൾ ലെയർഡ് പ്ലൂറൽ മെംബ്രെയിൻ ഇല്ലേ, അതിനിടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതിന്റെ പേരാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. എന്തിനു വേണ്ടിയിട്ടാ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് നോക്കി? ഇറ്റ് റെഡ്യൂസസ് ദ ഫ്രിക്ഷൻ ഓൺ ദ ലങ് സർഫസ്. ലങ് സർഫസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്ലൂറൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 2 പ്ലൂറൽ മെംബ്രെയിൻ ഉണ്ടെന്ന്. ഒന്നിപ്പോ പുറത്തായിരിക്കും, ഒന്നൊന്ന് അകത്തായിരിക്കും അല്ലെ? അപ്പൊ ഔട്ടർ മെംബ്രെയിൻ നമ്മൾ വിളിക്കും ഔട്ടർ പ്ലൂറൽ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിനെ നമ്മൾ വിളിക്കും ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ. അപ്പൊ ഇവയുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇവിടെ എങ്ങോട്ടേക്കാണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഔട്ടർ പ്ലൂറൽ മെംബ്രെയിൻ ഈസ് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ thoracic lining. അപ്പൊ പുറത്തേന്നുള്ള ആ ഒരു ഔട്ടർ പ്ലൂറൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ആരുമായിട്ട് കോണ്ടാക്ടിൽ വരുന്നതാണ്? ആ ഒരു thoracic ലൈനിങ്ങുമായിട്ട് കോണ്ടാക്ട് വരാം. അതേസമയം ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ ആരുമായിട്ടാണ് കോണ്ടാക്ട് വരികയും? കോണ്ടാക്ട് വിത്ത് ലങ് സർഫസ്. ലങ്സിന്റെ സർഫസുമായിട്ടാണ് ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ കോണ്ടാക്ടിൽ വരുന്നത്. ഇനി ബാക്കി പോയിന്റ് നോക്കാം നമുക്ക്. ബാക്കി എന്താ പറഞ്ഞത് നോക്കി? The part starting the external nostrils up to the terminal bronchioles constitute the conducting part. അതായത് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് തൊട്ട് നമ്മൾ അങ്ങേ ഏറ്റവും താഴെ വരെ അല്ലെ, എക്സ്റ്റേണൽ നോസ്ട്രിൽസ് തൊട്ട് ഏറ്റവും താഴെ വരെ നമ്മൾ പറയാം. ഏറ്റവും താഴെ വരെ എന്ന് പറയുമ്പോൾ എവിടെ വരെയാണ്? ബ്രോങ്കിയോൾ വരെ അല്ലെ. ഇപ്പൊ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് തൊട്ട് ഏറ്റവും താഴെ ദാറ്റ് ഇസ് ദ ബ്രോങ്കിയോൾ വരെ നമ്മൾ പറയില്ലേ? അത്രയും ഭാഗത്തെ നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ കണ്ടക്ടിങ് പാർട്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ടിങ് പാർട്ട് എന്ന് പറയാം. എന്താ വിളിക്കുക? കണ്ടക്ടിങ് പാർട്ട് എന്ന് വിളിക്കും. ഇനി നോക്കി, whereas the alveoli and the ducts, ആൽവിയോളയും അതിന്റെ ഡക്ട്സും ഒക്കെ വരത്തില്ലേ, കുഴലുകളൊക്കെ വരില്ലേ, അപ്പൊ അവ എല്ലാം കൂടി ചേർത്ത് നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ എക്സ്ചേഞ്ച് പാർട്ട്. എന്താ വിളിക്കുക? എക്സ്ചേഞ്ച് പാർട്ട്. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട്, റെസ്പിറേറ്ററി പാർട്ട് ഓർ റെസ്പിറേറ്ററി ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എടുത്താൽ 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാ? ഒന്നാമത്തത് കണ്ടക്ടിങ് പാർട്ട്, രണ്ടാമത്തത് എക്സ്ചേഞ്ച് പാർട്ട് അല്ലെങ്കിൽ റെസ്പിറേറ്ററി പാർട്ട്. കണ്ടക്ടിങ് പാർട്ട് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് തൊട്ട് നമ്മുടെ ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെ വരുന്ന ഒരു ഭാഗമാണെന്ന് പറയാം. ആൽവിയോളെ അതിന്റെ ഡക്സും ഒക്കെ ചേരുന്നതാണ് എന്ന് പറയാം എക്സ്ചേഞ്ച് പാർട്ട് അല്ലെങ്കിൽ റെസ്പിറേറ്ററി പാർട്ട് എന്ന് പറയും. ഇനി ബാക്കി നോക്കാം. The conducting part transport the atmospheric air to the alveoli. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് അല്ലെ. കണ്ടക്ടിങ് പാർട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്? എന്താ ഫംഗ്ഷൻ നോക്കി? The conducting part transport the atmospheric air to the alveoli. കണ്ടക്ടിങ് പാർട്ട് എന്താ ചെയ്തത്? അതായത് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് തൊട്ട് ടെർമിനൽ ബ്രോങ്കിയോൾ വരെയുള്ള ഭാഗമാണ്. അവരെന്താ ചെയ്തത്? അവർ ചെയ്ത് എത്രയേ ഉള്ളൂ? അറ്റ്മോസ്ഫിയറിക് എയറിനെ എവിടേക്ക് എത്തിച്ചു? ആൽവിയോളിലേക്ക് എത്തിച്ചു. അവർ എത്തിക്കുക മാത്രമല്ല ചെയ്തു, വേറെ കുറച്ച് പരിപാടിയും കൂടെ അവർ ചെയ്തു. എന്താ നോക്കുക? They clears it from foreign particles അല്ലേ. ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് അതിനകത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, ചിലപ്പോൾ മൈക്രോ സ്കാറ്റജൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അത് ഹ്യൂമിഡിഫൈ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു എയറിന് അറ്റ്മോസ്ഫിയറിക് എയറിനെ ബോഡി ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തിട്ടാണ് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കുന്നത്. എക്സ്റ്റേണൽ നോസ്ട്രിൽസിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്, നമ്മുടെ ആ ഒരു ആൽവിയോള ഭാഗത്തേക്ക് എത്തിക്കുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കിയേ. എക്സ്ചേഞ്ച് പാർട്ട് ആൽവിയോള ഡക്റ്റും ഒക്കെ വരുന്ന ഒരു റീജിയൻ ആണ് അല്ലെ എക്സ്ചേഞ്ച് പാർട്ട്. അപ്പൊ എക്സ്ചേഞ്ച് പാർട്ടിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഇസ് എ സൈറ്റ് ഓഫ് ആക്ച്വൽ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ബ്ലെൻഡ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് എയർ. അതായത് ഈ വരുന്ന ഓക്സിജനും അതോടൊപ്പം തന്നെ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പൊ എക്സ്ചേഞ്ച് നടക്കുന്ന ആ ഒരു പാർട്ടാണ് ആക്ച്വലി എന്ന് പറയണത് ആൽവിയോളി എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് എക്സ്ചേഞ്ച് പാർട്ട് അല്ലെങ്കിൽ റെസ്പിറേറ്ററി പാർട്ട് എന്നൊക്കെ നമ്മൾ ആരെയും വിളിച്ചത്? ആൽവിയോളി വരുന്ന ഒരു ഭാഗത്തെ നമ്മൾ വിളിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ബേസിക് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ള ആ ഒരു ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ LCRT ടെക്സ്റ്റ് ഡയഗ്രം നമുക്കൊന്ന് അനലൈസ് ചെയ്താലോ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഗ്ലോട്ടസ് എന്ന് പറയുന്നൊരു ഭാഗം അല്ലെ, ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ലാരിങ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പൊ അത് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് എപ്പിഗ്ലോട്ടസ് എന്ന് പറഞ്ഞ റീജൻ ഉണ്ട്. അതിന്റെ അടപ്പൽ എപ്പിഗ്ലോട്ടസ്, ഇവിടെ ലാരിങ്സ് ഉണ്ട്. ലാരിങ്സിന്റെ മറ്റൊരു പേരെന്താ? സൗണ്ട് ബോക്സ് എന്ന് വിളിക്കും അല്ലെ, സൗണ്ട്
ബോക്സ്. ലാരിങ്സിന്റെ മറ്റൊരു പേരാണ് സൗണ്ട് ബോക്സ് എന്ന് പറയും. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു റീജൻ എന്താണ്? ട്രക്കിയ ആണ്. ട്രക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ വിൻഡ് പൈപ്പ് എന്ന് വിളിക്കുന്നത് അല്ലെ, വിൻഡ് പൈപ്പ്. ട്രക്കിയ, ദാറ്റ് ഇസ് എ വിൻഡ് പൈപ്പ്. ഇനി ട്രക്കിയ രണ്ടായിട്ട് തിരിയുന്നു. എന്താണ്? പ്രൈമറി ബ്രോങ്കൈ, ദാറ്റ് ഇസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ. ബ്രോങ്കസിനോട് തിരിയതാണ് ബ്രോങ്കൈ. പിന്നീട് ധാരാളം എന്താണ് സെക്കൻഡറി ബ്രോങ്കിയോൾ, ടെറിഷറി ബ്രോങ്കിയോൾ, ഏറ്റവും അവസാനമായിട്ട് ടെർമിനൽ ബ്രോങ്കിയോൾസ് എല്ലാം ഹോപ്പ് ചെയ്തു നമ്മൾ പറയും. പിന്നെ അതിന്റെ ഏറ്റവും ടിപ്പിൽ, ബ്രോങ്കിയോളിന്റെ ഏറ്റവും ടിപ്പിൽ നിങ്ങൾക്ക് സാക്കിലേക്ക് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ കണ്ടുകൂടെ? ഉരുണ്ടിരിക്കുന്ന സ്വെള്ളൻ ആംഗുലർ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ വിളിച്ച പേരാണ് എന്താ പറയാ? ആൽവിയോളെ. മക്കളെ ആൽവിയോളെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാട്ടോ എയർ സാക്ക് എന്ന് വിളിക്കാം. കാരണം എയർ ഒന്ന് പറയുന്ന, ഫില്ല് ചെയ്യുന്ന, എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒക്കെ അവിടെ വെച്ചിട്ടല്ലേ, അതാണ് എയർ സാക്ക് എന്ന് വിളിക്കാം. പിന്നീട് നമ്മൾ പറഞ്ഞ കേസാണ് ഇവയെല്ലാം ബ്രാഞ്ച് ഔട്ട് ചെയ്തിരിക്കുന്ന ഏതിനകത്ത്, അല്ലെങ്കിൽ ബ്രാഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു സാക്ക് പോലെ ഇരിക്കുന്ന ലങ്സ് ചിങ്കഴി വെച്ചിട്ടാണ്. അപ്പൊ 2 ലങ്സ് അല്ലെ, 2 ലങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള മെപ്രയുടെ പേരെന്താ? പ്ലൂറ എന്ന് നമ്മൾ പറഞ്ഞു. ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പ്ലൂറയുടെ ഇടയിലായിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും അല്ലെ, അതിനെന്താ വിളിക്കുക? പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് നമ്മൾ വിളിച്ചു. പിന്നെ നിങ്ങൾ നോക്കി, തന്റെ കൂടെ ഒരു ഭാഗം കൊടുത്തത്, ദിസ് ഇസ് ദ ഡയഫ്രം. അപ്പൊ മക്കളെ ഡയഫ്രം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡയഫ്രം ഒരു ഡോം ഷേപ്ഡ് സ്ട്രക്ചറാണ് അല്ലെ, ഇങ്ങനെ ഡോം പോലെ, ഇങ്ങനെ റാ പോലെയൊക്കെ ഇരിക്കുന്ന സ്ട്രക്ചറാണ്. അപ്പൊ ഈ ഒരു ഡയഫ്രം നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയെയും അതോടെ അബ്ഡോമിനൽ ക്യാവിറ്റിയെ തങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് പറയാം ഡയഫ്രം. അപ്പൊ ഈ ഡയഫ്രത്തിന് മുകളിലായിട്ടാണ് ആര് റെസ്റ്റ് ചെയ്ത നമ്മുടെ ഈ ഒരു ലങ്സ്, അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം റെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നിങ്ങളുടെ എൻസിആർടി ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന ഒരു ഡയഗ്രം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ബാക്കി നോക്കിയാലോ. ദ ലങ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ തൊറാസിക് ചേംബർ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസാണ്. ലങ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ചേംബറിന്റെ പേരെന്താ? തൊറാസിക് ചേംബറിലാണ് ആര് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ലങ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഈസ് അനാട്ടമിക്കലി ആൻഡ് എയർ ടൈറ്റ് ചേംബർ. നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു എയർ ടൈറ്റ് ചേംബർ ആണ് പറയാൻ. അനാട്ടമിക്കലി അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു എയർ ടൈറ്റ് ചേംബർ ആണ് ഈ പറയുന്ന തൊറാസിക് ചേംബർ. ആ തൊറാസിക് ചേംബറിനുള്ളിലാണ് ആര് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ലങ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. The thoracic chamber is formed dorsally by the vertebral column, ventrally by the sternum, laterally by the ribs, and on the lower side by the dome-shaped diaphragm. അപ്പൊ ഈ thoracic chamber ഒരു അറയാണ് അല്ലെ. അപ്പൊ ഈ അറയുടെ എല്ലാ ഭാഗത്തും എന്തൊക്കെയുണ്ട് എന്നുള്ള കേസ് അവിടെ പറയും. ഈ തൊറാസിക് ചേംബറിന്റെ ഡോർസൽ എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ക് സൈഡ് അല്ലെ. ബാക്ക് സൈഡ് നമുക്ക് എന്ത് കാണാൻ പറ്റും? വെർട്ടിബ്രൽ കോളം കാണാൻ പറ്റും. അപ്പൊ ഡോർസൽ സൈഡില് നമുക്ക് എടുത്ത് കാണാമെന്ന് പറയുന്നേ വെർട്ടിബ്രൽ കോളം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഡോർസൽ സൈഡില് വെർട്ടിബ്രൽ കോളം. പിന്നെന്താ പറഞ്ഞത്? വെൻട്രലി ബൈ ദ സ്റ്റേർണം. വെൻട്രൽ സൈഡിൽ, ഈ ഒരു തൊറാസിക് ചേംബർ വെൻട്രൽ സൈഡില് നമുക്ക് എന്ത് കാണാം? സ്റ്റേർണം. മക്കളെ സ്റ്റേർണം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ബോൺ ആണ്, മാറല്ലെന്ന് നമ്മൾ പറയില്ലേ, അതാണ് സ്റ്റേർണം കാണാം. ഇനി അടുത്ത ലാറ്ററൽ സൈഡ്, 2 സൈഡുകളില്ലേ, അതാണ് ലാറ്ററൽ എന്ന് പറയുന്നത്. ലാറ്ററൽ സൈഡ്സ് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് റിബ്സ് കാണാം. റിബ്സ് നമ്മൾ വാരിയെല്ലുകൾ എന്ന് പറയില്ലേ, അതാണ് റിബ്സ് കാണാനായിട്ട് സാധിക്കും. പിന്നെന്തുകൊണ്ട്? ലോവർ സൈഡ്, ഏറ്റവും താഴ്വശം ലോവർ സൈഡ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡോം ഷെയിൽ, നേരത്തെ റാ പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ഞാൻ കാണിച്ചു തന്നിട്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഫ്രം എന്ന് പറയാം. അപ്പോൾ ചിന്തിക്കുക, ഇത്രയും ഭാഗങ്ങൾ കൊണ്ട് കവർ ചെയ്യപ്പെട്ട ഒരു അറയ്ക്കുള്ളിലാണ്, ആ അറയാണ് ആക്ച്വലി തൊറാസിക് ചേംബർ എന്ന് പറയാം. ആ അറയ്ക്കുള്ളിലാണ് നമ്മുടെ ലങ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. The anatomical setup of lungs and thorax says that any change in the volume of thoracic cavity will be reflected in the lung cavity. അപ്പൊ ഇങ്ങനെ എത്രത്തോളം ഒരു പ്രൊട്ടക്ഷനോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ലങ്സിനെ ഈ ഒരു ക്യാവിറ്റിക്കുള്ളിൽ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ അനാട്ടമിക്കൽ സെറ്റപ്പ്, ലങ്സിന്റെ തൊറാസിക് റീജിയനിലുള്ള അനാട്ടമിക്കൽ സെറ്റപ്പില് എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിച്ചാൽ എന്ത് പറ്റുമെന്നാ പറയുന്നേ? എനി ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് ദ തൊറാസിക് ക്യാവിറ്റിക്ക് ആ വോളിയത്തിന് എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിച്ചാൽ ഇറ്റ് മേ റിഫ്ലക്റ്റഡ് ഇൻ ദ ലങ് ക്യാവിറ്റി. ഓക്കെ, അത് ഇതിനെയും കൂടി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പൾമണറി ക്യാവിറ്റി, ലങ് ക്യാവിറ്റിയും കൂടി അത് എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സച്ച് ആൻ അറേഞ്ച്മെന്റ് ഇസ് എസെൻഷ്യൽ ഫോർ ബ്രീത്ത്. അപ്പൊ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ആസ് വി കനോട്ട് ഡയറക്ട്ലി ആൾട്ടർ ദ പൾമണറി വോളിയം. നമുക്ക് ഒരിക്കലും പൾമണറി വോളിയം എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലാതെ ഇത് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് വളരെ വളരെ എസെൻഷ്യൽ ആണ്. ഈ ഒരു അറേഞ്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് കൃത്യമാർന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു പോകുന്നത്? ബ്രീത്ത് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോണത് റെസ്പിറേഷനകത്ത് കാണപ്പെടുന്ന സ്റ്റെപ്പുകളാണ്. വളരെ ഇമ്പോർട്ടന്റ്. റെസ്പിറേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാന്ന് നോക്കാം.
റെസ്പിറേഷൻ ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഇപ്പൊ ഏകദേശം ഒരു 5 സ്റ്റെപ്പ് റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ എന്താന്ന് നോക്കി, ഒന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് എന്താ നോക്കുക. ബ്രീതിങ് ഓർ പൾമോണറി വെന്റിലേഷൻ ബൈ വിച്ച് atmospheric air is drawn in and carbon dioxide rich alveolar air is released out. ഫസ്റ്റ് സ്റ്റെപ്പ് റെസ്പിറേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രീതിങ് നടക്കുക. ബ്രീതിങ് അല്ലെങ്കിൽ പൾമണറി വെന്റിലേഷൻ നടക്കുന്നു. അതെന്താന്ന് നോക്കി, അറ്റ്മോസ്ഫിയറിക് എയറിനെ അകത്തോട്ടെടുക്കുകയും നമ്മുടെ ബോഡിക്കകത്ത് ഫോം ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുകയും ചെയ്യുകയാണ്. അപ്പൊ അതാണ് ഇവിടെ ബ്രീതിങ് അല്ലെങ്കിൽ പൾമണറി വെന്റിലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ കേസ് ഓഫ് റെസ്പിറേഷൻ. അടുത്ത് നോക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്, ദാറ്റ് ഇസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അക്രോസ് ദ ആൽവിയോളാർ മെംബ്രെയിൻ. അപ്പൊ ആൽവിയോളാർ മെംബ്രെയിനിൽ വെച്ചിട്ട് ഇനി എന്ത് നടക്കണം, ഓക്സിജന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ ഡിഫ്യൂഷൻ നടക്കണം. അതായത് ബോഡിക്ക് അകത്തെ ഇപ്പോൾ ഓക്സിജൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആൽവിയോളയിൽ എത്തിയിട്ടുണ്ടാവും. ഈ ആൽവിയോളയ്ക്ക് അകത്തിരിക്കുന്ന ഓക്സിജൻ എങ്ങോട്ടേക്ക് ഇറങ്ങണം, ബ്ലഡിലേക്ക് ഇറങ്ങുകയും ബ്ലഡിനകത്തിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ആൽവിയോളയ്ക്കകത്ത് ചില്ലുകയും ചെയ്യാം അല്ലേ. അപ്പൊ അവിടെ ഡിഫ്യൂഷൻ നടക്കും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കേ, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ് ബൈ ദ ബ്ലഡ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ കൊടുത്ത ആ ഒരു ആൽവിയോളിൽ എത്തിയിരിക്കുന്ന ഓക്സിജൻ ആൽവിയോളിക്ക് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസിനകത്ത് ബ്ലഡിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓക്സിജൻ 2ലാണ്. അപ്പൊ ആ ഓക്സിജനെ ബ്ലഡ് എന്ത് ചെയ്യണം, ക്യാരി ചെയ്യണം അല്ലേ. അതോടൊപ്പം തന്നെ തിരിച്ചും ബ്ലഡിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അതായത് സെല്ലിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡ് വഴി വേണം തിരിച്ച് ആൽവിയോളോട് എടുത്ത്. അപ്പൊ അവിടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നില്ലേ. അതാണ് ഇവിടെ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ദ ബ്ലഡ്. ബ്ലഡ് ഈ ഗ്യാസുകളെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. നാലാമത്തെ എന്താ നിൽക്കുക, ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. അപ്പൊ ഓക്സിജൻ ഇപ്പൊ ഇരിക്കുന്നത് ബ്ലഡിലാണ്. ഈ ബ്ലഡിനകത്തിരിക്കുന്ന ഓക്സിജൻ എവിടേക്കാ കൊണ്ടുപോകുന്നത്, ടിഷ്യൂസിലേക്കല്ലേ. അപ്പോൾ ഈ ബ്ലഡിനകത്തിരിക്കുന്ന ഓക്സിജൻ എങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്യും, ടിഷ്യൂയിലേക്കും. ടിഷ്യൂസിൽ ഈ പറയുന്ന പ്രോസസ് എല്ലാം നടക്കുന്നതിന്റെ ഫലമായിട്ട് ടിഷ്യൂസിൽ ഉണ്ടായിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂസിൽ നിന്നും എങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്തിറങ്ങണം, ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്തിറങ്ങണം. അപ്പൊ അവിടെ ഒരു ഡിഫ്യൂഷൻ. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് നോക്കിയേ, യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ ദ സെൽസ്. നമ്മൾ കൊടുത്ത ആ ഒരു ഓക്സിജൻ ഇപ്പൊ സെൽസിൽ എത്തിയിട്ടുണ്ട്. ആ ഓക്സിജനെ സെൽസ് യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെ. എന്തിനു വേണ്ടിയിട്ട്, കാറ്റബോളിക് റിയാക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എന്താ ഫാറ്റി ആസിഡ്, അമിനോ ആസിഡും ഗ്ലൂക്കോസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വിഘടിക്കുന്നുണ്ട് അല്ലെ. കാറ്റബോളിക് റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ സെൽസ് ഈ ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് ഫോം ചെയ്യുന്നു, റിസൾട്ട് ആൻഡ് റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അവിടെ എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം എനർജി റിലീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ബ്രീതിങ് ആയതുകൊണ്ട്, നമുക്ക് പഠിക്കാനുള്ളത് റെസ്പിറേഷൻ ബ്രീതിങ് ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നു എന്ന് മാത്രം. ഇവിടെ എനർജി ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ സെൽസിനകത്ത് എന്ത് ഫോം ചെയ്തു, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. അപ്പൊ ഓക്സിജൻ സെൽസ് യൂട്ടിലൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഫോം ചെയ്യിപ്പിച്ചു. അവിടെ എന്ത് നടന്നു, സെല്ലിനകത്ത് റെസ്പിറേഷൻ നടന്നു. ദാറ്റ് ഇസ് ദ സെല്ലുലാർ റെസ്പിറേഷൻ. അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പറയുന്ന എല്ലാ സ്റ്റെപ്പുകളും, റെസ്പിറേഷനകത്ത് നടക്കുന്ന എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് എന്ന് പറയാം. അടുത്ത ടോപ്പിക്കിന്റെ പേരെന്താ, മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. അപ്പൊ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് 2 സ്റ്റേജസ് ആണ് വരുന്നത്. ബ്രീത്തിങ്ങിൽ പ്രധാനമായിട്ട് എത്ര സ്റ്റേജസ് വരുന്നുണ്ട്, 2 സ്റ്റേജസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ സ്റ്റേജിന്റെ പേരാണ് ഇൻസ്പിറേഷൻ എന്ന് പറയും. ഓക്കെ, ബ്രീതിങ് ഇൻവോൾവ്സ് 2 സ്റ്റേജസ്. അപ്പൊ അതിലൊരു സ്റ്റേജിന്റെ പേരാണ് ഇൻസ്പിറേഷൻ. എന്താ പേര്, ഇൻസ്പിറേഷൻ. രണ്ടാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്, അതിന്റെ പേരാണ് എക്സ്പിറേഷൻ എന്ന് പറയും. അപ്പൊ ബ്രീതിങ്ങിൽ പ്രധാനമായിട്ടും 2 സ്റ്റേജുകളാണ്. ഏതൊക്കെയാണ്, ഇൻസ്പിറേഷനും അതോടൊപ്പം തന്നെ എക്സ്പിറേഷനും ഉണ്ടായിരിക്കും. അപ്പൊ എന്താ ഇൻസ്പിറേഷൻ നോക്കി, ഇൻസ്പിറേഷൻ ഡ്യൂറിങ് വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഇസ് ഡ്രോൺ ആൻഡ് എക്സ്പിറേഷൻ ബൈ വിച്ച് ദ ആൽവിയോളാർ എയർ ഇസ് റിലീസ്ഡ് ഔട്ട്. അതായത് ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഉള്ള എയറിനെ എന്ത് ചെയ്യാണ്, ശരീരത്തിനകത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, അതായത് ഓക്സിജൻ നമ്മൾ ശരീരത്തിനകത്തേക്ക് വരുന്നു. അതാണ് ഇൻസ്പിറേഷൻ. അതേസമയം അവിടെ ബോഡിക്കകത്തുള്ള ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ടൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അത് ലാസ്റ്റിനുള്ളിൽ ഇരിക്കുക, ആൽവിയോളക്കകത്ത് ഇരിക്കുക. അത് നമ്മുടെ ബോഡിക്കകത്ത് ഇരുന്നുകൊണ്ട് കാര്യമുണ്ടോ, ഇല്ല. അതെന്ത് ചെയ്യണം, ബോഡിക്ക് പുറത്ത് എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ ബോഡിക്ക് പുറത്തു പോകുന്ന ആ ഒരു പ്രോസസ് ഉണ്ടാവില്ലേ, അതിനെ എന്തെന്ന് പറയാ, എക്സ്പിറേഷൻ എന്ന് പറയുന്നേ. അപ്പൊ നോക്കേ, ബ്രീതിങ്ങിൽ പ്രധാനപ്പെട്ട 2 സ്റ്റെപ്പുകള് ഇൻസ്പിറേഷനും ഉണ്ട്, എക്സ്പിറേഷനും ഉണ്ട്. ഇൻസ്പിറേഷൻ ഡ്യൂറിങ് വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഇസ് ഡ്രോൺ. എക്സ്പിറേഷൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് എയർ അകത്തേക്ക് വരുന്നു. അതേസമയം എക്സ്പിറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആൽവിയോളാർ എയർ റിലീസ് ചെയ്യാണ്. ഈ എന്താ നോക്കാം, the movement of air into and out of the lungs is carried out by creating a pressure gradient between the lungs and the atmosphere. അപ്പൊ ഇവിടെ നോക്കുക, ഈ ഒരു ബ്രീതിങ് പ്രോസസ് കൃത്യമായ രീതിയിൽ നടക്കണമെങ്കിൽ, എയർ അകത്തേക്കും വരുന്നുണ്ട്, എയർ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെ. ബ്രീതിങ് പ്രോസസ് കൃത്യമായ രീതിയിൽ നടക്കണമെങ്കിൽ അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടായിരിക്കണം.
അതായത് ഈ ലങ്സും ഈ അറ്റ്മോസ്ഫിയറിനും ഇടയ്ക്കായിട്ട് നമുക്കൊരു പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ല, പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ബ്രീതിങ് പ്രോസസ്സ് കൃത്യമായ രീതിയിൽ നടക്കുകയുള്ളൂ. ഇൻസ്പിറേഷൻ ക്യാൻ occur if the pressure within the lungs, that is the intrapulmonary pressure, is less than that of the atmospheric pressure. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു പ്രഷർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ബ്രീതിങ് നടക്കത്തുള്ളൂ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുന്ന ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻസ്പിറേഷനെ കുറിച്ച്. ഇൻസ്പിറേഷൻ നടക്കണമെങ്കിൽ, അതായത് അറ്റ്മോസ്ഫിയറിക് എയർ നമ്മുടെ ശരീരത്തിനകത്തേക്ക് എടുക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം എന്നാ പറയുന്നത്? ഇഫ് ദ പ്രഷർ വിതിൻ ദ ലങ്സ്, ദാറ്റ് ഇസ് ദ ഇന്ററാപൾമണറി പ്രഷർ, ഈസ് ലെസ് ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് ഇൻസ്പിറേഷൻ നടക്കണമെങ്കിൽ ഇൻട്രാ പൾമണറി പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും കുറവായിരിക്കണം. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലും ഇന്ററാ പൾമണറി പ്രഷർ കുറവായിരിക്കണം. മക്കളെ, ഇൻട്രാ എന്ന വാക്കിന്റെ അർത്ഥം അകത്ത് അല്ല, ഇത് പൾമണറി എന്ന് പറഞ്ഞാൽ എന്താ? ലങ്സ്. അപ്പൊ ലങ്സിനുള്ളിലെ പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇന്ററാ പൾമണറി പ്രഷർ എന്ന് പറയാം. ATM പ്രഷർ ഞാൻ കൊടുത്തേക്കുന്നത് എന്താ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലെ പ്രഷർ. ഇന്ററാ പൾമണറി പ്രഷർ എന്ന് പറയുമ്പോൾ അതെന്താ? ലങ്സിനുള്ളിലെ പ്രഷറാണ്. അപ്പൊ ലങ്സിനുള്ളിലെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും കുറവായിരിക്കണം. ഓക്കെ, അതിന്റെ അർത്ഥം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലങ്സിന്റെ പ്രഷറിനെക്കാട്ടിലും കൂടുതലായിരിക്കും എന്നുള്ള കോൺസെപ്റ്റാണ്. അങ്ങനെ ഒരു രീതി വന്നാൽ അവിടെ ഏത് സ്റ്റെപ്പ് നടക്കും? ഇൻസ്പിറേഷൻ നടക്കും. ഓക്കെ, ദാറ്റ് ഇസ് there is a negative pressure in the lungs with respect to the atmospheric pressure. അതായത് ഇൻസ്പിറേഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് നടന്നു എന്ന് പറയാം? നമ്മുടെ ലങ്സിനുള്ളിൽ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ എന്തിന്റെ കേസ് ഡിസ്കസ് ചെയ്യാൻ പോവാ? ഇനി എക്സ്പിറേഷന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാ. എന്തിന്റെ കേസാണ്? എക്സ്പിറേഷന്റെ കേസ്. അപ്പൊ നോക്കി, സിമിലർലി എക്സ്പിറേഷൻ ടേക്സ് പ്ലേസ് when the intrapulmonary pressure is higher than the atmospheric pressure. നമ്മൾ ഇപ്പൊ പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് എക്സ്പിറേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇന്ററാപൾമണറി പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ലങ്സിനുള്ളിലെ പ്രഷറാണ്. അപ്പൊ ലങ്സിനുള്ളിലെ പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. എന്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻട്രാപൾമണറി പ്രഷർ കൂടുതലാണ്, അതേസമയം അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ എന്താണ്? കുറവാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതവിടെ പറയുന്നത് എക്സ്പിറേഷൻ ടേക്സ് പ്ലേസ് when the intrapulmonary pressure is higher than that of the atmospheric pressure. അപ്പൊ ഈ പറയുന്ന പ്രോസസ് എല്ലാം നടക്കണമെങ്കിൽ നമ്മുടെ ലങ്സിലെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കകത്തിലെ നമ്മുടെ ബോഡിക്കകത്തിലെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത് ഡയഫ്രം ആൻഡ് സ്പെഷ്യലൈസ്ഡ് സെറ്റ് ഓഫ് മസിൽസ് ആർ ദ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇന്റർപോസ്റ്റൽ മസിൽസ് ബിറ്റ്വീൻ ദ റിബ്സ് ഹെൽഡ് ഇൻ ദ ജനറേഷൻ ഓഫ് സച്ച് ഗ്രേഡിയന്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പ്രഷർ ഡിഫറൻസിന്റെ കേസ്. ആ ഒരു പ്രഷർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ബോഡിക്കുള്ളിൽ കാണപ്പെടുന്ന ഡയഫ്രവും അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ ഇന്റർപോസ്റ്റൽ മസിൽസും ഇന്റേണൽ ഇന്റർപോസ്റ്റൽ മസിൽസും കൂടി ചേർന്നിട്ടാണ്. ഡയഫ്രം എന്താണെന്ന് നിങ്ങൾക്കറിയാം. തൊറാസിക് ക്യാവിറ്റിയെയും അബ്ഡോമിനിക് ക്യാവിറ്റിയെയും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുക? ഡയഫ്രം. നമ്മൾ നേരത്തെ ഫിഗർ കണ്ടു, ഡോം ഷേപ്ഡ് സ്ട്രക്ചർ കണ്ടില്ലേ? ഡയഫ്രം. ഇനി എന്താണ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇന്റർപോസ്റ്റൽ മസിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിബ്സിനിടയിൽ കാണുന്നത്, റിബ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ വാരിയലുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് അവിടെ മസിലുകളുണ്ട്. അതാണ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസും ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസും. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഡയഫ്രം, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്, ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്, ഇത് എല്ലാം കൂടി ചേർത്തിട്ടാണ് ആക്ച്വലി നമ്മൾ എന്തിനു സഹായിക്കുന്നത്? ബ്രീതിങ്ങിന് സഹായിക്കുന്നത്. ആ ഒരു പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. Inspiration is initiated by the contraction of diaphragm, which increases the volume of thoracic chamber in the anteroposterior axis. അപ്പൊ മക്കളെ ഇവിടെ പറയുന്നത് ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത്? അപ്പൊ ഇൻസ്പിറേഷൻ നടക്കണമെങ്കിൽ ധാരാളം മാറ്റം നമ്മുടെ ബോഡിക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നാ പറയുന്നത്. അപ്പൊ ഇൻസ്പിറേഷൻ നടക്കുന്നത് ആദ്യം നമ്മുടെ ബോഡിക്കകത്തുള്ള ഡയഫ്രം എന്ന് പറഞ്ഞ ഭാഗമില്ലേ, ആ ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും. ഡയഫ്രം ചുരുങ്ങും, ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ തൊറാസിക് ചേംബറിന്റെ വോളിയം ഉണ്ടല്ലോ, വോളിയം ഓഫ് തൊറാസിക് ചേംബറിന്റെ വോളിയം എന്ത് ചെയ്യുമെന്ന് അവിടെ പറയണത്? വോളിയം ഇൻക്രീസസ്, കൂടും. ഏത് ദിശയിലാ കൂടുന്നതെന്ന് കൂടെ ഓർത്തു വെച്ചിരിക്കുക. ആന്റിറോ പോസ്റ്റീരിയർ ആക്സിസിൽ. ആന്റിറോ പോസ്റ്റീരിയർ ആക്സിസ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക്. ഈ ഒരു രീതിയിൽ നമ്മുടെ ബോഡിക്കകത്തേക്ക് ഈ പറയുന്ന വോളിയം, തൊറാസിക് വോളിയം എന്ത് ചെയ്യാണ്? കൂടുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി ദ കോൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ലിഫ്റ്റ് അപ്പ് ദ റിബ്സ് ആൻഡ് ദ സ്റ്റാൾ. അതായത് ഇനി എന്താ സംഭവിക്കുക, നമ്മുടെ ബോഡിക്കകത്ത് റിബ്സുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞൊരു മസിൽ അല്ലേ ഏതെന്ന് പറയുന്നത് ഇന്റർകോസ്റ്റൽ മസിൽസ്. അപ്പൊ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, കോൺട്രാക്ഷൻ ഓഫ് ഇന്റർകോസ്റ്റൽ മസിൽസ് അല്ല, ഇന്റർകോസ്റ്റൽ മസിൽസ് അവിടെ എത്തുകയാണ്, കോൺട്രാക്ട് ചെയ്യും കോസ്റ്റൽ മസിൽസ്. അത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്, ഇറ്റ് ലിഫ്റ്റ്സ് അപ്പ് ദ റിബ്സ് ആൻഡ് ദ സ്റ്റാൾ. ലിഫ്റ്റ്സ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉയർത്തുക, ലിഫ്റ്റ്സ് അപ്പ് റിബ്സ് ആൻഡ് സ്റ്റാർണം. റിബ്സും സ്റ്റാർണം അവിടെ എന്ത് ചെയ്യാണ്, ഉയരുകയാണ്, അവര് ഉയരും. ഇല്ല, നിങ്ങളൊന്ന് ആലോചിക്കുക, ശ്വാസാവത്തോട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഭാഗം thoracic ഏരിയ ഉയരുകയല്ലേ ചെയ്യുന്നത്, കാരണം റിബ്സും സ്റ്റേർണം അവിടെ എന്ത് ചെയ്യുകയാണ്, ഉയരുകയാണ് ചെയ്യുന്നത്. ആൻഡ് കോസിങ് ആൻ ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് thoracic chamber, the dorsoventral axis. അപ്പൊ അതെന്തിന് കാരണമാകും എന്നാ പറയുന്നേ, ഈ പറയുന്ന thoracic ചേംബറിന്റെ വോളിയം ഓഫ് thoracic ചേംബർ കൂടും. ഇവിടെ അതേ കോൺസെപ്റ്റ് തന്നെ, തൊട്ട് മുമ്പ് പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെ, ഈ പറയുന്ന thoracic ചേംബറിന്റെ വോളിയം കൂടും. പക്ഷേ വ്യത്യാസമുണ്ട്, ഏത് ആക്സിസ് ആണെന്ന് നോക്കി, ഡോർസോവെൻട്രൽ ആക്സിസ്. ആക്സിസ് വ്യത്യാസമുണ്ട്, ഡോർസോവെൻട്രൽ ആക്സിസിലാണ് ഈ പറയുന്ന thoracic ചേംബറിന്റെ വോളിയം കൂടി. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ thoracic ചേംബറിന്റെ വോളിയം അവിടെ എത്തിയത് കൂടി. അപ്പൊ thoracic ചേംബറിന്റെ വോളിയം കൂടിയാൽ എന്ത് സംഭവിക്കും നോക്കി, ഓവറോൾ ഇൻക്രീസ് ഇൻ ദ thoracic വോളിയം കോസസ് ഇൻക്രീസ് ഇൻ ദ പൾമണറി വോളിയം. thoracic വോളിയത്തിന്റെ ആ ഒരു വോളിയം അല്ലെങ്കിൽ thoracic ചേംബറിന്റെ ആ ഒരു വോളിയം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു കാരണമായി, നമ്മുടെ ലങ്സിന്റെ വോളിയം കൂടി, പൾമണറി വോളിയം കൂടി എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, പൾമണറി വോളിയം കൂടി എന്ന് പറയാം, വോളിയം ഓഫ് ലങ്സ്. പൾമണറി വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് ലങ്സ് ആണ്, അതും എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഓക്കെ, വോളിയം ഓഫ് ലങ്സ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്താ പറ്റിയെന്ന് നോക്കി, ആൻഡ് ഇൻക്രീസ് ഇൻ ദ പൾമണറി വോളിയം decreases the intrapulmonary pressure to less than the atmospheric pressure. അത് മറക്കരുത്. അതായത് പൾമണറി വോളിയം കൂടിയാൽ, പൾമണറി വോളിയം എന്ന് പറഞ്ഞാൽ ലങ്സിനുള്ളിലെ വോളിയം കൂടുകയാണെങ്കിൽ പൾമണറി പ്രഷർ, ലങ്സിനുള്ളിലെ പ്രഷർ, പൾമണറി പ്രഷർ എന്ത് ചെയ്യുന്ന പറയണത്, അത് കുറയുകയാണ് ചെയ്യുന്നത്. പൾമണറി വോളിയം കൂടിയാൽ പൾമണറി പ്രഷർ എന്ത് ചെയ്യും, കുറയും. Okay, which forces the air from outside to move into the lungs. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, അപ്പൊ പൾമണറി പ്രഷർ കുറഞ്ഞു, അപ്പൊ ലങ്സിനുള്ളിലെ പ്രഷർ കുറഞ്ഞാൽ എന്തിനെക്കാട്ടിലും കുറഞ്ഞു, അറ്റ്മോസ്ഫറിക് പ്രഷറിനെക്കാട്ടിലും കുറഞ്ഞു. അതിന്റെ അർത്ഥം എന്തുവാ, അറ്റ്മോസ്ഫറിക് പ്രഷർ അവിടെ എന്താണ്, കൂടുതലാണ് എന്നാണ് അതിന്റെ അർത്ഥം. അറ്റ്മോസ്ഫറിക് പ്രഷറിനെക്കാട്ടിലും നമ്മുടെ ലങ്സിന്റെ പ്രഷർ കുറഞ്ഞു എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാണ്. അപ്പൊ നമുക്കറിയാം കൂടുതൽ ഉള്ളിടത്തുനിന്നും കുറവുള്ളിടത്തോട്ടുള്ള മൂവ്മെന്റ് നടക്കത്തുള്ളൂ, ഇപ്പൊ ഡിഫ്യൂഷൻ നടക്കുന്നത് അതേ കോൺസെപ്റ്റ് അവിടെ വരിക. അപ്പൊ പുറത്തുള്ള എയർ, അറ്റ്മോസ്ഫിയറിക് എയർ ഇങ്ങോട്ടേക്ക് കയറും, നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കയറും. ദാറ്റ് ഈസ് എന്താണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും, ഇൻസ്പിറേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ എക്സ്പ്രേഷൻ എങ്ങനെയായിരിക്കും, നമ്മളിപ്പോ ഇൻസ്പിറേഷൻ പഠിച്ചു അല്ലെ, അങ്ങനെയാണ് എക്സ്പ്രേഷൻ എങ്ങനെയാ, ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പറഞ്ഞാൽ പോരെ. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്. ഇവരൊക്കെ കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞവരന്മാരെല്ലാം എന്തോ ചെയ്യും, എനിക്ക് റിലാക്സ് ചെയ്യും, റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. അല്ല, റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് വരികയാണ്, പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരിക, ഡയഫ്രം ഒക്കെ പഴയ പൊസിഷൻ തിരിച്ചു വരും. ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ഒക്കെ ഇല്ല, അവരെല്ലാം പഴയ പൊസിഷനിൽ തിരിച്ചു വരും. അതാ റിലാക്സ്ഡ് സ്റ്റേറ്റ് എന്ന് ഞാൻ കൊടുത്തേ, അവരെല്ലാം പഴയ പൊസിഷൻ തിരിച്ചു. ദാറ്റ് ഈസ് റിലാക്സേഷൻ ഓഫ് ദ ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽസ് returns the diaphragm and sternum to their normal position and reduces the thoracic volume. അപ്പൊ അതിന്റെ ഫലമായിട്ട് thoracic വോളിയം എന്ത് ചെയ്തു, കുറഞ്ഞു. thoracic വോളിയം കുറഞ്ഞാൽ നമുക്ക് പറയാം പൾമണറി വോളിയം എന്ത് ചെയ്യും, അതും കുറയും. പൾമണറി വോളിയം കുറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കേസാണ്, വോളിയം കുറഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യും കുഞ്ഞുങ്ങളെ, പ്രഷർ കൂടും. പൾമണറി പ്രഷർ എന്ത് ചെയ്തു, കൂടി. പൾമണറി പ്രഷർ കൂടി, അതിന്റെ അർത്ഥം എന്തിനേക്കാട്ടിലും കൂടിയെന്നാ, അറ്റ്മോസ്ഫറിക് പ്രഷറിനെക്കാട്ടിലും കൂടുതലാണെന്നാണ് അല്ലെ. അതിനെ കമ്പാരിറ്റീവ്ലി നമ്മൾ പറയാണ് കേട്ടോ. അപ്പൊ അറ്റ്മോസ്ഫറിക് പ്രഷർ അവിടെ ഒരു പക്ഷേ കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇപ്പൊ കൂടുതൽ എവിടെയാ, ലങ്സിലല്ലേ കൂടുതൽ പ്രഷർ, കുറവ് എവിടെ, അറ്റ്മോസ്ഫറിക് എയർ പ്രഷറിലെ. അപ്പൊ എന്ത് വെച്ചും, കൂടുതലുള്ളിടത്തുനിന്നും കുറവുള്ളിടത്തേക്ക് എയർ പോവും. അതായത് ഇവിടെ എന്ത് നടന്നു, എക്സ്പ്രേഷൻ നടന്നു. ക്ലിയർ ആണ്, അതവിടെ പറയുന്നത്. നോക്കിയേ, പൾമണറി വോളിയം അവിടെ എന്ത് ചെയ്തു, കുറഞ്ഞു. This leads to an increase in the intrapulmonary pressure. അത് എന്തിന് കാരണമാകും, ഇൻട്രാപൾമണറി പ്രഷർ. ഇവിടെ ഇൻട്രാ എന്ന് പറയാൻ ചേർത്തേക്കാം. ഇൻട്രാപൾമണറി പ്രഷർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ കേസിൽ ഇൻട്ര ചേർക്കാത്തോണ്ട് ചേർത്തുന്നേ ഉള്ളൂ. ഇൻട്രാപൾമണറി പ്രഷർ എക്സ്പ്രഷന്റെ കേസിൽ അവിടെ എന്ത് ചെയ്യാണ്, കൂടുകയാണ് ചെയ്യുന്നത്.
ഇതിനെക്കാട്ടിലും അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടിലും കൂടും. അതിന് കാരണം എക്സ്പൾഷൻ ഓഫ് എയർ ഫ്രം ദ ലങ്സ്, ലങ്സിൽ നിന്നും എയർ പുറത്തേക്ക് പോകും. ദാറ്റ് ഇസ് ദ എക്സ്പ്രഷൻ. അവിടെ എത്ത് നടന്നു എക്സ്പ്രഷൻ നടന്നു. We have the ability to increase the strength of expression and expression with the help of additional muscles in the abdomen. അപ്പൊ നമുക്കൊരു കഴിവുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ ഇൻസ്പിറേഷന്റെയും എക്സ്പ്രഷന്റെയും ആ ഒരു അളവ് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് നമുക്ക് കൂട്ടിയെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ബിക്കോസ് നമ്മുടെ ബോഡിയിൽ അതിന് വേണ്ടിയിട്ടുള്ള മസിലുകളുണ്ട്, അഡീഷണൽ മസിൽസ്, അബ്ഡോമിനിൽ കാണപ്പെടുന്ന അഡീഷണൽ മസിൽസ് നമ്മൾ ഇതിന് സഹായിക്കുന്ന പറഞ്ഞ എക്സ്പ്രഷന്റെയും ഇൻസ്പിറേഷൻ റേറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. On an average, a healthy human breathes 12 to 16 times per minute. അത് ഓർത്ത് വെച്ചിരിക്കുക. ഒരു ആവറേജ് ഒരു അഡൽട്ട്, അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ബ്രീത് ചെയ്യുമെന്നാ പറയണത്? 12 തൊട്ട് 16 തവണയാണ്. ഒരു മിനിറ്റിൽ 12 മുതൽ 16 തവണയാണ് ഒരു ആവറേജ് ഹ്യൂമൻ ബ്രീത് ചെയ്യുന്നത്. The volume of air involved in breathing movements can be estimated by using a spirometer. Which helps in the clinical assessment of pulmonary function. അതായത് ഈ ബ്രീതിങ് മൂവ്മെന്റ്സിൽ നമ്മൾ ബ്രീത് ചെയ്യുമ്പോൾ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും ഒക്കെ ചെയ്യില്ലേ, ആ സമയത്ത് എത്രത്തോളം എയർ എടുത്തു അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അളവിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു ബ്രീതിങ് ഇൻസ്ട്രുമെന്റ് നമുക്ക് വിളിക്കാം അല്ലെ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പൈറോമീറ്റർ എന്ന് പറയാം. എന്താ വിളിക്കുക? സ്പൈറോമീറ്റർ. അപ്പൊ ഈ പറയുന്ന സ്പൈറോമീറ്റർ നമ്മൾ ഈ ഒരു വോളിയം, ഈ എയറിന്റെ ബോഡിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞു അല്ലെ. അവരിന്ന് ആ ഒരു സ്പൈറോമീറ്ററിന് എന്തിനു സഹായിക്കുന്ന പറഞ്ഞേ, നമ്മുടെ ലങ്സിന്റെ ഫങ്ഷൻ പ്രോപ്പർ ആണോ അല്ലയോ, കൃത്യമായ രീതിയിലാണോ നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൂടിയാണ് ഏതെന്ന് പറയുന്നത്? സ്പൈറോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഈ പറയുന്ന മെക്കാനിസം ഓഫ് ബ്രീതിങ്, ഇൻസ്പിറേഷന്റെയും എക്സ്പ്രഷന്റെ കേസിൽ എന്തൊക്കെ മാറ്റമാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് അത് പഠിച്ചു വെച്ചിരിക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞ മറ്റൊരു കേസാണ് ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വല് ഒരു മിനിറ്റിൽ 12 മുതൽ 16 തവണ ഇത് ചെയ്തിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കേസ്. പിന്നെ നമ്മൾ സ്പൈറോമീറ്ററിനെ കുറിച്ച് പറയാം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇൻസ്പിറേഷൻ നടക്കുമ്പോൾ കുറെ മാറ്റം, എക്സ്പ്രേഷൻ നടക്കുമ്പോൾ കുറെ മാറ്റം ഉണ്ട്. നമ്മുടെ NCERT ടെക്സ്റ്റിൽ അതിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. നോക്കി, ഇൻസ്പിറേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ മാറ്റങ്ങളാണ്. നമ്മൾ ഡയഫ്രം താൻ്റെ ഇവിടെ കോൺട്രാക്ട് ചെയ്തു അല്ലെ, ഡയഫ്രം കോൺട്രാക്ട് ചെയ്തു. അപ്പൊ ഈ ഇന്റർകോസ്റ്റൽ മസിൽസിനും അതിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. റിബ്സും സ്റ്റേർണും റൈസ് ചെയ്തു, ഉയർന്നു അല്ലെ, റിബ്സും സ്റ്റേർണും ഉയർന്നു. അപ്പൊ തൊറാസിക് വോളിയം കൂടി. ഓക്കെ, വോളിയം കൂടി, അതോടൊപ്പം തന്നെ പൾമണറി വോളിയം കൂടി, പ്രഷർ കുറഞ്ഞു. അപ്പൊ എന്ത് പറ്റി? പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് എയർ അകത്തേക്ക് കയറി ഇൻസ്പിറേഷൻ നടക്കും. ഇതൊരു ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇതെന്ന് പറയാ ഇവിടുത്തെ ഈ ഒരു എന്താണ് എക്സ്പ്രഷന്റെ കേസ്. നോക്കുക, ഡയഫ്രം ആർച്ച് പോലെ പഴയ പൊസിഷനിലുള്ള ഡോം ഷേപ്ഡ് ആയിട്ട് നമ്മുടെ ഡയഫ്രം ഇരിക്കുന്നു, പഴയ പൊസിഷനിൽ വന്നു. ഇന്റർകോസ്റ്റൽ മസിൽസ് ഒക്കെ പഴയ പൊസിഷനിൽ വന്നു. അപ്പൊ അവിടെ എന്താ പറ്റിയ? റിബ്സും സ്റ്റേർണും ഒക്കെ തിരിച്ച് പഴയ പൊസിഷൻ ഉയർന്നിരുന്നത് താഴ്ന്നു വന്നു. അപ്പൊ തൊറാസിക് വോളിയം കുറഞ്ഞു, പൾമണറി വോളിയം കുറഞ്ഞു. അപ്പൊ പൾമണറി പ്രഷർ അവിടെ എന്ത് ചെയ്ത് കൂടിയിട്ടുണ്ടാവും അല്ലെ. പൾമണറി വോളിയം കുറഞ്ഞപ്പോഴത്തേനും പൾമണറി പ്രഷർ കൂടി. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? അകത്തുനിന്ന് എയർ പുറത്തേക്ക് പോയി. ദാറ്റ് ഈസ് എക്സ്പ്രഷൻ. ക്ലിയർ ആണ്? ഈ ഒരു ഫിഗർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഏരിയ ആണ് ഏതെന്ന് പറയാം, റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് തവണ എക്സാം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. നന്നായിട്ട് പഠിക്കാം. റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. അപ്പൊ നോക്കാം, ആദ്യത്തേതാണ് ടൈഡൽ വോളിയം. ഒന്നാമത്തെ ടോപ്പിക് എന്താന്ന് നോക്കി, ടൈഡൽ വോളിയം. അപ്പൊ അതിനെ നമ്മൾ ചുരുക്കി എഴുതുന്നതാണ് TV, ടൈഡൽ വോളിയം. ഓക്കെ, ടൈഡലിന്റെ T, വോളിയത്തിന്റെ V, അങ്ങനെ ചുരുക്കി TV എന്ന് പറയാം. അപ്പൊ അതെന്താന്ന് നോക്കുക. ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. ഒരു സാധാരണ റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് എത്രത്തോളം എയർ ആണോ ഇൻസ്പയർ ചെയ്യുന്ന, ശ്വാസം പുറത്തേക്ക് എടുക്കും അല്ലെ, അതോടൊപ്പം തന്നെ ശ്വാസം പുറത്തേക്ക്. അപ്പൊ എത്രത്തോളം എയർ ആണോ പുറത്തേക്ക് എടുത്തത് അല്ലെങ്കിൽ എത്രത്തോളം എയർ ആണ് പുറത്തേക്ക് കളഞ്ഞു ഒരു നോർമൽ റെസ്പിറേഷൻ നടന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ആ ഒരു അളവ് ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മുടെ ടൈഡൽ വോളിയം എന്ന് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഇസ് ദ വോളിയം ഓഫ് എയർ, എയറിന്റെ വോളിയം ആണ് അല്ലെ. ഇറ്റ് ഇസ് ദ വോളിയം ഓഫ് എയർ. എന്താ ചെയ്തേ? ഇൻസ്പയർ ചെയ്ത അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്ത വോളിയം, എയറിന്റെ വോളിയം, അല്ലെങ്കിൽ എക്സ്പയർ ചെയ്ത എയറിന്റെ വോളിയം. ഏത് സമയത്താണ്? നോർമൽ റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 500 ml. അത് ഏകദേശം എത്ര ml ഉണ്ട്? 500 ml ആണ്.
ഓക്കെ, അപ്പൊ ടൈഡൽ വോളിയം ഏകദേശം എത്ര ml ആണ്? 500 ml. That is, a healthy man can inspire or expire approximately 6,000 to 8,000 milliliter of air per minute. അതായത് ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ വരുന്ന ഒരു മിനിറ്റിൽ ഏകദേശം 6,000 തൊട്ട് 8,000 ml എയറിലേക്ക് പോലെ ഒന്നുകിൽ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എക്സ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു നോർമൽ അളവാണ് കേട്ടോ നമ്മൾ പറയാം. നോർമൽ റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് എത്രത്തോളം എയർ ആണ്, അല്ലെങ്കിൽ എത്ര വോളിയം എയർ ആണ് ഇൻസ്പയർ ചെയ്തത്, അല്ലെങ്കിൽ എത്ര വോളിയം എയർ ആണ് എക്സ്പയർ ചെയ്തത്, ആ ഒരു അളവില്ലേ, അതാണ് ഇതെന്ന് പറയാ ടൈഡൽ വോളിയം എന്ന് പറയും. TD സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ടൈഡൽ വോളിയം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത നോക്കേ, അടുത്തതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പൊ ചുരുക്കി നമ്മൾ എങ്ങനെ എഴുതും? IRV. ഓക്കെ, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്താന്നൊക്കെ? Additional volume of air a person can inspire by a forcible inspiration. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നോർമലാ, ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? ഫോഴ്സിബിൾ എന്താണ്, അല്ല, ശക്തമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? റെസ്പയർ ചെയ്യുക, ശക്തമായിട്ട് നമ്മൾ റെസ്പയർ ചെയ്യുക. അപ്പൊ ഒരു ശക്തമായ റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് എത്രത്തോളം എയർ ആണോ അഡീഷണൽ ആയിട്ട്, അധികമായിട്ട് ഒരു ഇൻഡിവിജ്വലിന് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നത്, ശ്വാസം അകത്തേക്ക് എടുക്കാൻ പറ്റുന്നത്, അഡീഷണൽ ആയിട്ട് അകത്തേക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ അഡീഷണൽ ആയിട്ട് കുറച്ച് എമൗണ്ട് എയർ അകത്തേക്ക് എടുത്തിട്ടുണ്ടാവില്ലേ? അഡീഷണൽ എമൗണ്ട് ഓഫ് എയറിനെയാണ് നമ്മൾ എന്താ പറയുക? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഓക്കെ, അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ. ഓക്കെ, എത്രത്തോളം എയർ ആണ് അധികമായിട്ട് ഒരാൾ ഇൻസ്പയർ ചെയ്തത്, ഏത് സമയത്താണ് ശ്രദ്ധിക്കണം? നോർമൽ ഇൻസ്പിറേഷൻ അല്ല ഇവിടെ പറയാ, ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ അല്ലെ? ഫോഴ്സിബിൾ ആയിട്ട് ഇൻസ്പയർ ചെയ്യാം, ശക്തമായ രീതിയിൽ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് എത്രത്തോളം വോളിയം അകത്തേക്ക് എടുത്തു, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അതിന്റെ അളവെന്ന് പറയുന്നത് 2,500 ml തൊട്ട് 3,000 ml ആണ്. മറന്നു പോകരുത്, 2,500 ml തൊട്ട് 3,000 ml. അപ്പൊ IRVയുടെ ഫുൾ ഫോം എന്താ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇനി അടുത്തതാണ് ERV. നമുക്കറിയാം IRV എന്ന് പറഞ്ഞാൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയമാ. അപ്പൊ നിങ്ങൾ തന്നെ പറ, എന്തായിരിക്കും ERV? എക്സ്പിറേറ്ററി റിസർവ് വോളിയം. എക്സ്പിറേറ്ററി റിസർവ് വോളിയം, അതാണ് എന്ന് പറയാ ERV എന്ന് പറയാം. അപ്പൊ അതെന്താന്ന് നോക്കിയാലോ? അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ can expire for a forcible expiration. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ്. നേരത്തെ പറഞ്ഞ എന്താ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പറഞ്ഞ എന്താ? ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ നടക്കുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് എത്രത്തോളം വേണം ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ഇത് എന്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. ഒരു ഫോഴ്സിബിൾ എക്സ്പ്രേഷൻ നടക്കുന്ന സമയത്ത് എത്രത്തോളം അഡീഷണൽ വോളിയം ഓഫ് എയറിനെ പുറത്തു കളയാൻ പറ്റും, എക്സ്പയർ ചെയ്യാൻ പറ്റും, അതാണ് എന്ന് പറയാ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയാം. അപ്പൊ അതിന്റെ അളവ് നോക്കുക, 1000 ml തൊട്ട് 1,100 ml വരും. 1000 തൊട്ട് 1,100 ml. ഓക്കെ, 1000 to 1,100 ml. ഇതാണ് റെസ്പിറേറ്ററി വോളിയം. ഇതിനകത്ത് ആദ്യം നമ്മൾ പറയുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെ? ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇനിയും ഉണ്ട്. അടുത്തതാണ് റെസിഡുവൽ വോളിയം, RV. RV എന്താണ്? റെസിഡുവൽ വോളിയം. അതാണ് RV എന്ന് പറയാം, റെസിഡുവൽ വോളിയം. ദ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്യുക? ശക്തമാർന്ന രീതിയിൽ എക്സ്പിറേഷൻ നടത്തി പുറത്തേക്ക് എയർ കളഞ്ഞു. എന്നിരുന്നാലും നമ്മുടെ ലങ്സിൽ അവശേഷിക്കുന്ന എയർ ആണ് കേട്ടോ. റിമൈനിങ് എന്നൊരു വേർഡ് അവിടെ ഉണ്ട്. അവശേഷിക്കുന്ന, നമ്മുടെ ലങ്സിൽ അവശേഷിക്കുന്ന എയർ എത്ര മാത്രം ഉണ്ടോ, എത്ര വോളിയം ഉണ്ടോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റെസിഡുവൽ വോളിയം. അതായത് ഒരു ഫോഴ്സിബിൾ എക്സ്പിറേഷന് ശേഷം, അതായത് ശക്തമാർന്ന രീതിയിൽ നമ്മളൊരു എക്സ്പിറേഷൻ പുറത്തേക്ക് ശ്വാസം കളഞ്ഞു, എന്നിരുന്നാലും നമ്മുടെ ലങ്സിൽ അവശേഷിക്കുന്ന എയറിന്റെ വോളിയം, അതിനെയാണ് നമ്മൾ റെസിഡുവൽ വോളിയം എന്ന് പറയാം. അതിന്റെ അളവെന്ന് പറയുന്ന 1,100 ml തൊട്ട് 1,200 ml ഉണ്ടാവും. 1,100 ml മുതൽ 1,200 ml ഉണ്ടാവും. ഇനി അടുത്ത് നോക്കി, ബൈ ആഡിങ് അപ്പ് എ ഫ്യൂ റെസ്പിറേറ്ററി വോളിയംസ് ഡിസ്ക്രൈബ്ഡ് above, one can derive various pulmonary capacities.
which can be used in clinical diagnosis. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച വോളിയംസ് ഇല്ലേ, ഏതൊക്കെ? ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ഇപ്പോൾ അവസാനം പഠിച്ച റെസിഡ്വൽ വോളിയം ഇല്ല. ഈ പറയുന്ന വോളിയംസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പല രീതിയിൽ ഈ പറയുന്ന വോളിയംസ് എല്ലാം പല രീതിയിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ എന്താ പറയണത്? പൾമണറി കപ്പാസിറ്റീസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പൾമണറി കപ്പാസിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പൾമണറി കപ്പാസിറ്റീസ്, അപ്പൊ അതിനകത്ത് വരുന്ന ഒന്നാമത്തെ കേസാണ് IC. എന്താണ് IC? ഒരു കപ്പാസിറ്റിയുടെ പേരാണ് IC. അപ്പൊ ഫുൾ ഫോം എന്തായിരിക്കും? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അപ്പൊ എന്താ നോക്കാം? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്താ നോക്കാം? ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ. ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. ശ്രദ്ധിക്കണം, നോർമൽ എക്സ്പിറേഷൻ, സാധാരണ ഒരു എക്സ്പിറേഷന് ശേഷം ഒരു പേഴ്സൺ, ഒരാൾക്ക് എത്രത്തോളം എയറിനെ, അല്ലെങ്കിൽ ടോട്ടൽ വോളിയം എത്രത്തോളം എയറിനെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്പയർ ചെയ്യാൻ പറ്റും, അകത്തേക്ക് എടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്താ പറയാ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയാം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. IC എന്ന് പറയുന്ന ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, TV പ്ലസ് IR. TV എന്താ മക്കളെ? ടൈഡൽ വോളിയം ആണല്ലേ. ടൈഡൽ വോളിയത്തിനോട് എന്ത് കൂട്ടിയാൽ മതി? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടുമെന്നാ പറയുന്നത്? IC. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ടൈഡൽ വോളിയം ആൻഡ് ദ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. എന്തായിരുന്നു ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി? ഒരാൾക്ക് ഒരു നോർമൽ റെസ്പിറേഷന് ശേഷം എത്രമാത്രം എയറിനെ എക്സ്പയർ ചെയ്യാം, അല്ലെ? ടോട്ടൽ വോളിയം ഓഫ് എയർ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോളിയം ഓഫ് എയർ എന്നല്ല പറയുന്നത്, ടോട്ടൽ വോളിയം ഓഫ് എയർ എന്നല്ലേ പറയുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അടുത്ത് നോക്കി, എക്സ്പിറേറ്ററി കപ്പാസിറ്റി. അതെന്താ പറയാ? ഈസി അല്ലെ. എക്സ്പിറേറ്ററി കപ്പാസിറ്റി. അപ്പൊ അതിന്റെ ഇക്വേഷനോടെ നോക്കാം. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്താന്ന് നോക്കിയിട്ട് ഇക്വേഷൻ നോക്കാം. The total volume of air a person can expire after a normal inspiration. ഒരു സാധാരണ ഇൻസ്പിറേഷന് ശേഷം, ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസകത്തേക്ക് എടുക്കുകയാണ് അല്ലെ. ഒരു സാധാരണ ഇൻസ്പിറേഷന് ശേഷം എത്രത്തോളം എയറിനെ ഒരാൾക്ക് എക്സ്പയർ ചെയ്യാം, എത്രത്തോളം ടോട്ടൽ വോളിയം എത്രത്തോളം പുറത്തു കളയാം. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ? എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയാം. അപ്പൊ ഈസി കാണാനുള്ള ഇക്വേഷൻ നോക്കാം. എക്സ്പിറേറ്ററി കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? ടൈഡൽ വോളിയം പ്ലസ് ERV. ERV എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം അല്ലേ. ഈസി ഈസ് ഈക്വൽ ടു ടൈഡൽ വോളിയം പ്ലസ് ERV. അടുത്തയാണ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി, FRC അല്ലേ. ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്താണെന്ന് നോക്കാം. The volume of air that will remain in the lungs after a normal expiration. അതായത് നോർമൽ എക്സ്പിറേഷന് ശേഷം സാധാരണഗതിയിൽ ശ്വാസം പുറത്ത്, എന്നിരുന്നാലും നമ്മുടെ ലങ്സിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന എയർ അവശേഷിക്കുമല്ലോ ഉറച്ചെങ്കിലും. അതിനെ നമ്മൾ എന്തെന്ന് പറയാ? ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറയാം. അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കിയേ. ERV പ്ലസ് RV. ഓക്കെ, FRC കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ERV പ്ലസ് RV. അപ്പൊ എന്താണ് ERV? ERV എന്ന് പറയുമ്പോൾ എക്സ്പിറേറ്ററി റിസർവ് വോളിയം, RV എന്ന് പറയുന്നത് എന്തായിരുന്നു? റെസിഡുവൽ. ഓക്കെ, അപ്പൊ അത് രണ്ടോട് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി കിട്ടും. അടുത്തതാണ് വൈറ്റൽ കപ്പാസിറ്റി, VC എന്താണ്? വൈറ്റൽ കപ്പാസിറ്റി. അപ്പൊ അതിനെ കുറിച്ച് നോക്കിയാലോ. ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. ഒരു ശക്തമായ ഒരു എക്സ്പിറേഷൻ, പുറത്തേക്ക് ശ്വാസം കളയാണ്, ശക്തമായി കളയാണ്. അതിനുശേഷം എത്രത്തോളം മാക്സിമം എയറിനെ ഒരു പേഴ്സണ് അകത്തേക്ക് എടുക്കാൻ പറ്റും, മാക്സിമം എയറിനെ ഒരാൾക്ക് എടുക്കാൻ പറ്റുന്നത് എത്രയാണ്? അതിനെയാണ് നമ്മൾ എന്താ പറയുക? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയാം. മാക്സിമം നമ്മൾ നോക്കുകയാണ്. അപ്പൊ വൈറ്റൽ കപ്പാസിറ്റി കാണാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. VC കാണുന്ന ഇക്വേഷൻ എന്താ നോക്കി? ഇറ്റ് ഇൻക്ലൂഡ്സ് ERV പ്ലസ് TV ആൻഡ് IRV. അപ്പൊ എന്തൊക്കെ ചേർന്ന് നോക്കി? ERV, TV ആൻഡ് IRV. ERV എന്ന് പറയുമ്പോൾ അറിയാലോ, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, TV ടൈഡൽ വോളിയം, IRV എന്ന് പറയുമ്പോൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇനി വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട് നോക്കി. The maximum volume of air a person can breathe out for a post inspiration. ഇത് ഇക്വേഷൻ അല്ല, ഡെഫിനിഷൻ ആണ്. എന്താ പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞത് എത്രത്തോളം മാക്സിമം എയർ ഒരാൾക്ക്
അകത്തേക്ക് എടുക്കാൻ പറ്റും ഒരു ഫോഴ്സ്ഫുൾ എക്സ്പ്രഷന് ശേഷം. അതിന് ഓപ്പോസിറ്റ് പഠിച്ചാൽ മതി. എത്രത്തോളം എയറിനെ ഒരാൾക്ക് പുറത്തേക്ക് കളയാൻ പറ്റും ഒരു ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷന് ശേഷം. ക്ലിയർ ആണോ? നേരത്തെ പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കിയേ. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് TLC. TLC എന്താ? TLC ടോട്ടൽ ലം കപ്പാസിറ്റി. ടോട്ടൽ ലം കപ്പാസിറ്റി. അപ്പൊ ടോട്ടൽ ലം കപ്പാസിറ്റി എന്താ നോക്കാം. അതെന്താ നോക്കി. ടോട്ടൽ വോള്യൂം ഓഫ് എയർ അക്കോമഡേറ്റഡ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് എ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. ശക്തമായ രീതിയിൽ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുത്തു, ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ ചെയ്യും. അപ്പോൾ എത്രത്തോളം എയറിനെ നമ്മുടെ ആ ഒരു ലംസ് ഉൾക്കൊള്ളാൻ പറ്റും. ടോട്ടൽ വോള്യൂം ഓഫ് എയർ അക്കോമഡേറ്റഡ്, ഒരു വേർഡ് ഉൾക്കൊള്ളുക അല്ലെ, അക്കോമഡേറ്റഡ് ഇൻ ദ ലംസ് അറ്റ് ദ എൻഡ് ഓഫ് എ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. അപ്പൊ നമുക്ക് പറയാം TLC എന്ന് പറയുന്നത് നമ്മുടെ ലംസിന്റെ കപ്പാസിറ്റി അല്ലയോ പറയുന്നത്. ടോട്ടൽ എല്ലാം കൂടെ കുക്ക് ചെയ്യാൻ മതിയോ അല്ലെ. അപ്പൊ ഏതൊക്കെ വരും? റെസിഡുവൽ വോളിയം, ദാറ്റ് ഇസ് RV പ്ലസ് ERV. ERV എന്ന് പറയുമ്പോൾ എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് TB എന്ന് പറയുമ്പോൾ ഏതാ? ടൈഡൽ വോളിയം പ്ലസ് ആരോട് എഴുതാ? നമ്മുടെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും. ദാറ്റ് ഇസ് എല്ലാ വോളിയം കൂടെ കൂട്ടുന്നതാണ് ഇതെന്ന് പറയുന്നത് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇത് നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ പറയുന്ന ടോട്ടൽ ലങ് കപ്പാസിറ്റിക്ക് വേറൊരു ഇക്വേഷൻ കൊടുക്കാം. എന്താണെന്ന് നോക്കുക. ദാറ്റ് ഇസ് വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡുവൽ വോളിയം. ഓക്കെ, വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡുവൽ വോളിയം എന്നും കൂടി നമുക്കതിനെ കൊടുക്കാം. ഇക്വേഷൻ വേറെ രീതിയിൽ എഴുതാണ്. വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡുവൽ വോളിയം. ഇപ്പൊ മക്കളെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കണം. വൈറ്റൽ കപ്പാസിറ്റി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ERV TV IRV തന്നെ ഇവിടെ ERV TV IRV. അപ്പൊ ഇതിൽ ഇത്രയും കൂടെ ചേരുന്നതാണ് നമ്മുടെ ഏതെന്ന് പറയാ വൈറ്റൽ കപ്പാസിറ്റി. അപ്പൊ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡുവൽ വോളിയം ആണ് ഏതെന്ന് പറയാ TLC. അല്ല, സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ കൂടെ ഇതിനകത്തോട്ട് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് മാത്രം. ഓക്കെ, ഇപ്പൊ കുറെ വോളിയത്തിന്റെ പേരും കപ്പാസിറ്റീസിന്റെ പേരും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരുപാട് തവണ നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നീറ്റ് എക്സാമിന് മാത്രമല്ല, ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വർക്കൗട്ടേ ഇരിക്കുന്നതാണ്. നന്നായിട്ട് ഇവ നീറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. തിരിഞ്ഞു പോകും, നന്നായിട്ട് ബഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. ഇനി അടുത്ത സെക്ഷൻ ആണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. അടുത്ത സെക്ഷൻ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. അപ്പൊ എന്താണ് നോക്കാം. Alveoli are the primary sites of exchange of gases. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ചോദിച്ചിട്ടുള്ളതാണ്. നോക്കി, alveoli are the primary sites of exchange of gases. ഇപ്പൊ gaseous എക്സ്ചേഞ്ച് നടക്കുന്ന വളരെ കൃത്യമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? alveoli ആണ്. ഇപ്പൊ gaseous എക്സ്ചേഞ്ച് നടക്കുന്ന സൈറ്റ് ഏതാണ്? alveoli. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഓൾസോ ഒക്കർ ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. അപ്പൊ ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് എവിടെ വെച്ച് നടക്കുന്നുണ്ട്? ആൽവിയോളി ആണ് മേജർ സൈറ്റ് എന്ന് പറഞ്ഞു. എന്നാൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് ബ്ലഡും ടിഷ്യൂസും തമ്മിലും നടക്കുന്നുണ്ട്. ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആർ എക്സ്ചേഞ്ച്ഡ് ഇൻ ദീസ് സൈറ്റ്സ് by simple diffusion, mainly based on pressure or concentration gradient. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ ഡിഫ്യൂഷൻ പ്രോസസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ് കൃത്യമാർന്ന രീതിയിൽ നമ്മുടെ ബോഡിക്കുള്ളിൽ നടക്കുന്നുണ്ട്. അത് ഏത് മെക്കാനിസത്തിനെ ബേസ് ചെയ്താണ്? സിമ്പിൾ ഡിഫ്യൂഷൻ മെക്കാനിസത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രഷർ ഗ്രേഡിയന്റിനെ കൂടെ ബേസ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നതെന്ന് പറയാം. Solubility of the gases as well as the thickness of the membranes involved in the diffusion are also some important factors that can be affect in the rate of diffusion. അപ്പൊ ഇവിടെ നോക്കി, ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ ബേസ് ചെയ്താണ് ഇവിടെ ഈ ഒരു ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എനിക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ. ഫാക്ടേഴ്സ് എഫക്ടിങ് ദിസ് ഡിഫ്യൂഷൻ പ്രോസസ്. ഇപ്പൊ ഡിഫ്യൂഷൻ പ്രോസസ്സിനെ ഇവിടെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സോലുബിലിറ്റി ഓഫ് ദ ഗ്യാസസിന്റെ സോലുബിലിറ്റി ഓഫ് ഗ്യാസസ്. പിന്നെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് മെംബ്രെയിന്റെ തിക്നെസ് ഓഫ് മെംബ്രെയിൻ. ഓക്കെ, അപ്പൊ മെംബ്രെയിൻ ഏതൊക്കെയാണെന്ന് നമ്മൾ പോകെ പഠിക്കും. അപ്പൊ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്? ഒന്ന് സോലുബിലിറ്റി ഓഫ് ഗ്യാസസ്, പിന്നെ ഒന്ന് ഏതാണ്? തിക്നെസ് ഓഫ് മെംബ്രെയിൻ. Pressure contributed by an individual gas in a mixture of gases is called partial pressure, and it is represented as PO2 for oxygen and PCO2
ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്. മക്കളെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം കൂടിയാണ് എന്തെന്ന് പറയാ, പാർഷ്യൽ പ്രഷർ എന്ന് പറയാം. പാർഷ്യൽ പ്രഷർ. ഓക്കെ, അപ്പൊ എന്താണ് പാർഷ്യൽ പ്രഷർ? ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താ നോക്കിയേ, പ്രഷർ കോൺട്രിബ്യൂട്ടഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. അതായത് മിക്സ്ചർ ഓഫ് ഗ്യാസ് എന്താ, ഒരു കൂട്ടം ഗ്യാസുകളിൽ കാണപ്പെടുന്ന ഒരു ഗ്യാസിന്റെ മാത്രം പ്രഷർ, ഒരു കൂട്ടം ഗ്യാസുകൾ കിട്ടുന്ന ഒത്തിരി ഗ്യാസുകളുണ്ട്. അപ്പൊ അതിൽ ഒരു ഗ്യാസിന്റെ മാത്രം പ്രഷറിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ് നിങ്ങളോട് എന്ന് വിചാരിക്കാം. അപ്പൊ അതിനെ എനിക്ക് എന്ത് വിളിക്കാം, ആ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കാം. ഒരു ഒത്തിരി ഗ്യാസ് എന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസ് ഞാൻ എടുത്ത് വെച്ചിരിക്കുക. അപ്പൊ അതിനകത്ത് ഒരു പെർട്ടിക്കുലർ ഗ്യാസിന്റെ മാത്രം പ്രഷറിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം. എങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് മിക്സ്ചർ ഓഫ് ഗ്യാസ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ എല്ലാം മിക്സ്ചർ ആയിട്ടിരിക്കുക. ഇത് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നു ഓക്സിജന്റെ മാത്രം പ്രഷർ. ഈ മിക്സ്ചർ ഓഫ് ഗ്യാസിലെ ആളുടെ മാത്രം പ്രഷറിനെ കുറിച്ച് ഞാൻ സംസാരിക്കുക, ഓക്സിജന്റെ മാത്രം പ്രഷർ. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ അതിനെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുക, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രഷറിനെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞു. അപ്പൊ എങ്ങനെ പറയും, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്മോൾ ലെറ്റർ പി. അപ്പൊ ഞാൻ ഓക്സിജന്റെ പ്രഷറിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് PO2. ക്ലിയർ ആ? അപ്പൊ വായിക്കുന്നത് എങ്ങനെയാ, PO2 നമ്മൾ എഴുതും, എനിക്ക് വായിക്കുന്നത് എങ്ങനെയാ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രഷറിനെ കുറിച്ച് സംസാരിക്കുക. അപ്പൊ ഞാൻ എങ്ങനെയായിരിക്കും പറയാം, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നല്ലേ ഞാൻ എഴുതുന്ന PCO2. ക്ലിയർ ആണ്? അതാണ് ഇങ്ങനെ പറയുന്നത്. Partial pressures of these two gases in the atmospheric air and the two sides of diffusion are given in table 14.1 and in figure 14.3. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിനകത്ത് 14.1ലും 14.3ലും ഈ പറയുന്ന അറ്റ്മോസ്ഫെറിക് ഗ്യാസസിന്റെ, അതായത് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പാർഷ്യൽ പ്രഷർ രണ്ട് സൈറ്റിലും ഉള്ള ഡിഫ്യൂഷൻ സൈറ്റ് ഉണ്ട്, ആൽവിയോളെ, അതോടൊപ്പം നമ്മുടെ സെൽസിന്റെ കേസിൽ. അപ്പൊ അവിടെയുള്ള ആ ഒരു പാർഷ്യൽ പ്രഷർ ഏതൊക്കെയാണെന്ന് ഉള്ള ടേബിളും ഫിഗറും ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടേബിൾ നിങ്ങൾക്ക് കാണാം, അതോടൊപ്പം തന്നെ ഈ ഒരു ഫിഗർ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യും ഡീറ്റെയിൽഡ് ആയിട്ട്. The data given in the table clearly indicates a concentration gradient for oxygen from alveoli to blood and blood to tissue. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കാണാം, ഈ ഒരു ടേബിളിനകത്ത് നോക്കി, ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ടേബിളിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു പാർഷ്യൽ പ്രഷർ കൃത്യമാകുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. നോക്കിക്കേ, ഓക്സിജന്റെ അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള പ്രഷറാണ് 159. എന്നാൽ അത് ആൽവിയോളയിൽ എത്തുമ്പോൾ അതിന്റെ പ്രഷർ ഉണ്ട് 104 അല്ലെ. പിന്നെ അത് ബ്ലഡിൽ എത്തുമ്പോൾ അത് എത്രയായി, 40. ബ്ലഡ് എത്തുമ്പോൾ ഡീഓക്സിനേറ്റഡ് ആകുമ്പോൾ 40, ഓക്സിനേറ്റഡ് ആകുമ്പോൾ ഓക്സിജന്റെ അളവ് കൂടുതലാണ്, അപ്പൊ അത് കൂടുതലായിരിക്കും 95. ടിഷ്യൂസിൽ എത്തുമ്പോഴത്തേക്കും ഓക്സിജന്റെ അളവ് കുറവായിരിക്കണ്ടേ, അതുകൊണ്ടല്ലേ നമുക്ക് ബ്ലഡിൽ നിന്നും ടിഷ്യൂയിലേക്ക് ഈ ഒരു ഓക്സിജൻ ഇറങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ടിഷ്യൂസിൽ ഇവിടെ 40. ഓക്കെ, ബ്ലഡിൽ ഓക്സിനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ അടങ്ങിയിരിക്കുന്ന ബ്ലഡിൽ പാർഷ്യൽ പ്രഷർ കൂടുതലായിരിക്കണം, ഇവിടെ 95 ഉണ്ട്. അപ്പോൾ ടിഷ്യൂസിൽ നിങ്ങൾ നോക്കുക, ടിഷ്യൂസിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറവാണ്, അപ്പൊ കൂടുതലുള്ളിടത്തു നിന്നും കുറവുള്ളിടത്തേക്കായിരിക്കും ഇവിടെ ഡിഫ്യൂഷൻ നടക്കുക. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് നോക്കി, കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഇവിടെ കുറവാണ്. ഓക്കെ, അപ്പോൾ ആൽവിയോളയിൽ ഇവിടെ കൂടുതലാണ്. ആൽവിയോളയിൽ ഇത് കൂടുതലാണ് എന്ന് പറയുമ്പോൾ ഡിഓക്സിനേറ്റഡ് ബ്ലഡിലായിരിക്കുമല്ലോ ഇത് കൂടുതൽ. കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്ന ബ്ലഡ് എന്ന് പറയുമ്പോൾ ഡിഓക്സിനേറ്റഡ് ബ്ലഡ് ആണ്, അപ്പൊ ഡിഓക്സിനേറ്റഡ് ബ്ലഡിലായിരിക്കും ഇത് കൂടുതൽ. ഇനി ഓക്സിനേറ്റഡ് ബ്ലഡ് അത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്തായിരിക്കും, കുറവായിരിക്കത്തില്ലേ, നല്ലത് 40 കൊടുത്തിട്ടു. അപ്പൊ എന്നാ നിങ്ങൾ ചിന്തിക്കണം, നമുക്ക് ബ്ലഡിനകത്തേക്ക് സെല്ലിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് എത്തിക്കേണ്ടത്. അപ്പൊ സെല്ലിലായിരിക്കണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടുതൽ, അതാണ് ഇവിടെ 45 വന്നത്. സെല്ലിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണ്. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ, ബ്ലഡിനെ കമ്പയർ ചെയ്യും. അപ്പൊ എന്തോ പറ്റും, ഇവിടെ സെല്ലിനകത്തിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ടേക്ക് ഇറങ്ങാൻ ശ്രമിക്കും, ഈ പറയുന്ന ബ്ലഡിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കും. കണ്ടോ, 45 ഉള്ളത് എങ്ങോട്ടേക്ക് ഇറങ്ങും, 40ലേക്ക്. 95 ഉള്ള ഓക്സിജൻ എങ്ങോട്ടേക്ക് ഇറങ്ങാൻ ശ്രമിക്കും, ടിഷ്യൂസിലേക്ക്, 40ലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമ്മള് പാർഷ്യൽ പ്രഷർ എന്താണെന്ന് നമുക്ക് പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ പറയണത് നമ്മുടെ ബോഡിക്ക് അയക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിക്ക് വെളിയിൽ ബോഡിക്ക് പുറത്തും ഉള്ള എയറിന്റെ വ്യത്യാസം എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമ്മൾ ബാധിക്കുന്നത്, അതേക്കുറിച്ച് ജസ്റ്റ് സൂചിപ്പിച്ച് പോകുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങളുടെ NCERT ടെസ്റ്റ് നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് അകത്തേക്ക് കയറുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻസ്പിറേഷൻ നടക്കും അല്ലെ. ഇൻസ്പിറേഷൻ നടക്കണമെങ്കിൽ പുറത്തുള്ള പ്രഷർ, അറ്റ്മോസ്ഫെറിക് പ്രഷർ, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ, അറ്റ്മോസ്ഫെറിക് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലായിരിക്കണം നമ്മുടെ ശരീരത്തിനേക്കാട്ടിലും. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കുക, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പുറത്തുള്ള ഓക്സിജൻ ശരീരത്തിനകത്തേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കും
അല്ലേ? അതായത് ഒരു കോൺസെൻട്രേഷൻ റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓക്സിജൻ അവിടെ ശരീരത്തിനകത്തേക്ക് വരാൻ. അപ്പൊ പുറത്ത് കൂടുതൽ അകത്ത് കുറവുമാണ്. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലായി. അപ്പൊ നോക്കി ഇൻസ്പയർഡ് എയർ ഇവിടെ കാണിച്ചു. അപ്പൊ എന്ത് ചെയ്തു? അകത്തേക്ക് ഓക്സിജൻ എടുക്കുന്നു. പുറത്ത് കൂടുതലാണ്, അകത്ത് കുറവാണ്. അതുകൊണ്ട് ഓക്സിജൻ ഇപ്പൊ അകത്ത് കയറ്റി. ഓക്കെ ആണ്. ആൽവിയോളർ എയർ ആണ്. ഇത് ആൽവിയോളർ ആണ്. കാൽവുലർ എയർ ആണ് നമ്മൾ ചെയ്യുന്നത്. ആൽവിയോളയിലുള്ള ഓക്സിജൻ ഭക്ഷ്യകൃഷിയുടെ കുത്തിനാളെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 104 ST കൊടുത്തിട്ടുണ്ട്. അടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കാണിച്ചിട്ടുണ്ട്. എത്രയാണ്? 40 ST എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ ഓക്സിജൻ 104 ST ഉണ്ട്. ഓക്സിജൻ ഇപ്പൊ എവിടെ എത്തി? ആൽവിയോളിൽ എത്തി. ഇനി ആൽവിയോളയിക്കുന്ന ഈ ഒരു ഓക്സിജൻ എന്ത് ചെയ്യും നമുക്കറിയാം. അത് നമ്മുടെ ഹാർട്ട് വഴി എന്ത് ചെയ്യും? നമ്മൾ ഓരോ സെൽസിലും അല്ലെ ഹാർട്ടിൽ എത്തിയിട്ട് ഈ ഒരു ഓക്സിജൻ എന്ത് ചെയ്യുകയാണ്? ഓക്സിജൻ അടങ്ങിയിരിക്കുന്ന ആ ഒരു ബ്ലഡ് ഇനി എന്താ ചെയ്യുക? ഓരോ സെൽ അല്ലെങ്കിൽ ഓരോ ടിഷ്യൂസിലും എത്തുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ ഇനി എന്താ സംഭവിക്കാൻ നോക്കാം. ഇപ്പോ ആൽവിയോളിൽ ഇരിക്കുന്ന ഈ ഒരു ഓക്സിജൻ ആ ആൽവിയോളിന് ചുറ്റുമുള്ള ബ്ലഡ് കാപ്പിലറീസിലേക്ക് ഇറങ്ങുമെന്ന് നമുക്കറിയാം. അങ്ങനെ ഇറങ്ങിയിട്ട് ടിഷ്യൂസിൽ എത്തിച്ചേരും. ഇപ്പൊ ടിഷ്യൂസിലോട്ട് എത്തിച്ചേരുന്ന കേസ് നോക്കി, ഹാർട്ടിലേക്ക് എത്തിയിട്ടാട്ടോ ടിഷ്യൂസിൽ എത്തിച്ചേരുന്നത്. അപ്പൊ ഹാർട്ടിൽ എത്തി ടിഷ്യൂസിലോട്ട് പോവാം. അപ്പൊ ടിഷ്യൂസിൽ എത്ര നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, ടിഷ്യൂസിനാണ് എന്ത് വേണ്ടുന്നത്? ഓക്സിജൻ വേണ്ടുന്നത്. ഓക്കെ, അപ്പൊ ടിഷ്യൂസിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കണം. എങ്കിലേ ടിഷ്യൂസിനകത്തേക്ക് എന്ത് കയറത്തുള്ളൂ? ഓക്സിജൻ കയറത്തുള്ളൂ. അപ്പോ ടിഷ്യൂസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവാണ്, ബ്ലഡിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതൽ. പാർട്ട് വൈസിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ് നൽകിയിട്ടില്ല? 95 നൽകിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കാം, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ബ്ലഡിൽ എത്രയാ? 95. എന്നാൽ ടിഷ്യൂസിൽ അതിൽ കുറവായിരിക്കും. എങ്കിൽ മാത്രമേ 95 എന്നുള്ള പാർഷ്യൽ പ്രഷർ ഉള്ള ആ ഒരു ഓക്സിജൻ ബ്ലഡിൽ നിന്ന് എങ്ങോട്ടേക്ക് ഇറങ്ങുകയുള്ളൂ? ഈ ടിഷ്യൂസിലേക്ക്, കൂടുതലുള്ളിടത്ത് നിന്നും കുറവുള്ളിടത്തേക്ക്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഓക്സിജൻ ഇപ്പോ ബ്ലഡിൽ നിന്നും എവിടേക്ക് ഇറങ്ങി? നമ്മുടെ ടിഷ്യൂസിൽ. ടിഷ്യൂസ് എന്തായാലും ജോലി ചെയ്യുമല്ലോ, അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുമല്ലോ. മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടത്തുന്നതിന്റെ ഫലമായിട്ട് ടിഷ്യൂസിൽ ആരാ ഉണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ഇപ്പൊ എവിടെയാ കൂടുതൽ? ബ്ലഡിലാണോ ടിഷ്യൂസിലാണോ? ടിഷ്യൂസിലാണ് കൂടുതൽ അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ടിഷ്യൂസിൽ കൂടുതലാണ്. എന്നാൽ ഈ കൂടിയ ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഇത് ചെയ്യാം ടിഷ്യൂസിൽ നിന്ന് എവിടേക്ക് ഇറങ്ങും? ബ്ലഡിലേക്ക്. അപ്പൊ ബ്ലഡിൽ ഇപ്പൊ എത്തി കാർബൺ ഡൈ ഓക്സൈഡ് എത്തി. ഈ ബ്ലഡ് ഹാർട്ടിലൂടെ പിന്നീട് അത് ഓക്സിജനേഷന് വേണ്ടിയിട്ട് എവിടെ എത്തും? ലങ്സിലേക്ക് അല്ല. അപ്പൊ ലങ്സിലെത്തിയ ഈ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഇനി എന്ത് ചെയ്യാണ്? അതായത് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഇപ്പൊ ലങ്സിലെത്തും പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പൊ എന്താ പറ്റുക? ബ്ലഡിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഇട്ടേക്ക് ഇറങ്ങും നമ്മുടെ ലങ്സിൽ. അപ്പൊ ലങ്സിൽ ഇപ്പൊ കണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ എത്ര കൊടുത്തിട്ടുണ്ട്? 40 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കി, ഇൻസ്പയർഡ് എയർ ഇത് എന്ന് വെച്ചാൽ എന്താ? ഓക്സിജൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അകത്തേക്ക് എടുത്തു. അപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൽവിയോളത്തിൽ 4 നമ്മൾ ഇവിടെ എല്ലാം പോയിട്ട് തിരിച്ചു വന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ആൽവിയോളേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ പാർഷ്യൽ പ്രഷർ 40. ഈ 40 എന്ന് പറയുന്നത് ആൽവിയോളേക്കുള്ളിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ. അതെന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷറിനെക്കാട്ട് കൂടുതലായി. അപ്പൊ എന്ത് പറ്റും? കൂടുതൽ ഉള്ളടത്തുനിന്ന് കുറവുള്ളിടത്തോട്ടേക്ക് പോകുന്നേ. അപ്പൊ കൂടുതലുള്ളത് ആൽവിയോളയിലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ. അപ്പൊ കൂടുതലുള്ള ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിൽ നിന്നും പുറത്തേക്ക്. ക്ലിയർ ആവുന്നോ? അപ്പൊ അതായത് ഇവിടെ ഒരു ഡിഫ്യൂഷൻ പ്രോസസ് ആണ് ഓൾ ടുഗെദർ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ എൻസിഇആർടി ടെക്സ്റ്റ് നൽകിയിരിക്കുന്ന ആ ഓരോ വാല്യൂസും നിങ്ങൾക്ക് പഠിച്ചു വെച്ചിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് എന്താ? ഓക്സിജന്റെ പാർഷ്യൽ പ്രഷറിനെ കുറിച്ചും പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷറും പറഞ്ഞു. അപ്പൊ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ ആ ഒരു ലൈനിലൊക്കെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ എങ്ങനെയാണെന്ന് നോക്കി. A gradient is present for carbon dioxide in the opposite direction. അതായത് നമ്മൾ നേരത്തെ ഓക്സിജനെ കുറിച്ച് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആരുടെ കേസിൽ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ. അതെന്താ നോക്കുക, ഫ്രം ടിഷ്യൂസ് ടു ബ്ലഡ് ആൻഡ് ബ്ലഡ് ടു ആൽവിയോളി. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസ് നമ്മൾ പറയുവാണെങ്കിൽ അതെങ്ങനെയാന്ന് നോക്കി, എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? ഫ്രം ടിഷ്യൂസിൽ നിന്നും ബ്ലഡിലേക്ക്. അപ്പൊ ടിഷ്യൂസിലാണ് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടുതൽ. ആദ്യം എവിടെയാണ്? ടിഷ്യൂസിൽ. പിന്നെ ടിഷ്യൂസിൽ നിന്ന് അപ്പൊ അവർ എങ്ങോട്ടേക്ക് പോകും? ബ്ലഡിലേക്ക് പോകും. എന്നിട്ട് ഇനി എന്ത് ചെയ്യും? ബ്ലഡിൽ നിന്നും ആൽവിയോളി, ബ്ലഡ് ടു ആൽവിയോളി. ഇങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസ്. എന്നാൽ നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച ഓക്സിജന്റെ കേസ് എങ്ങനെയായിരുന്നു? ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? നമ്മൾ വലിച്ചെടുത്ത് വെച്ചേക്കാം അല്ലെ? അപ്പൊ അതെവിടെയാണ്? ആൽവിയോളാണ് കൂടുതൽ. അപ്പൊ ആൽവിയോളയിൽ നിന്നും എങ്ങോട്ടേക്ക് ഇറങ്ങി? കുറവുള്ള ബ്ലഡിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട്
അപ്പൊ ബ്ലഡിലല്ലേ കൂടുതൽ, ബ്ലഡിൽ നിന്ന് എങ്ങോട്ടേക്ക് ഇറക്കുന്നു, ടിഷ്യൂസിലേക്ക്. ഇങ്ങനെയായിരുന്നു ഓക്സിജന്റെ കേസ്. അതായത് ഓക്സിജൻ എന്താണോ പഠിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആണ് ആരുടെ കേസ് എന്ന് പറയുന്നത്, കാർബൺ ഡയോക്സൈഡിന്റെ. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. ഓക്സിജന്റെ കേസ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഇൻസ്പയർ ചെയ്ത എയർ ആൽക്കോഹോയിലുണ്ട്. അപ്പൊ ആൽവിയോളയിലാണ് ഇപ്പൊ പാർഷ്യൽ പ്രഷർ ഓക്സിജന്റെ കൂടുതൽ. അപ്പൊ ആൽവിയോളയ്ക്ക് ചുറ്റും ആരുണ്ട്, ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. ബ്ലഡ് കാപ്പിലറീസിനകത്ത് ആരുണ്ട്, ബ്ലഡ് ഉണ്ട്. അപ്പോ ആൽവിയോളയ്ക്കൊക്കെ തിരിക്കുന്ന ഓക്സിജൻ ഇനി എങ്ങോട്ടേക്കാ ഇറങ്ങണ്ടേ, ബ്ലഡിലേക്ക്. കാരണം ബ്ലഡിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറവാണ്, അതേസമയം ആൽവിയോളയിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണ്. അപ്പൊ എന്ത് പറ്റും, ആൽവിയോളയിൽ ഇരിക്കുന്ന ഓക്സിജൻ എങ്ങോട്ടേക്ക് ഇറങ്ങും, ബ്ലഡിലേക്ക് ഇറങ്ങും. ഇനി ബ്ലഡിൽ ഇരുന്നാൽ പറ്റുമോ, ഓക്സിജൻ പറ്റില്ല, എവിടോട്ട് പോകണം, ടിഷ്യൂലോട്ട് പോകണം. അപ്പൊ എന്താ അവസ്ഥ, ബ്ലഡിലാണ് ഇപ്പോൾ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതൽ, ആരെക്കാട്ടിലും, ടിഷ്യൂവിനെക്കാട്ടിലും. അപ്പൊ എന്താ വെച്ച, ബ്ലഡിലിരിക്കുന്ന ഓക്സിജൻ എങ്ങോട്ടേക്ക് ഇറങ്ങും, കുറവുള്ള ടിഷ്യൂയിലേക്ക് ഇറങ്ങും. ഇതിന് ഓപ്പോസിറ്റ് ആണ് കാർബൺ ഡയോക്സൈഡ്. മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് ടിഷ്യൂസിൽ കാർബൺ ഡയോക്സൈഡ് മൂവ് ചെയ്യും. ഇപ്പൊ കാർബൺ ഡയോക്സൈഡ് കൂടുതൽ ഇപ്പൊ എവിടെയാ, ടിഷ്യൂസിലാണ്. അതുകൊണ്ട് എനിക്ക് പറയാം ടിഷ്യൂസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് ടിഷ്യൂസിൽ നിന്നും ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡ് കുറവുള്ള ബ്ലഡിലേക്ക് ഇറങ്ങും. എന്നിട്ട് ഇപ്പോൾ ബ്ലഡിലല്ലേ കൂടുതൽ കാർബൺ ഡയോക്സൈഡ്, ഇനി ബ്ലഡിൽ നിന്നും അതെവിടെ എത്താം, നമ്മുടെ ലങ്സിന്റെ ആൽവോളയിൽ എത്തും. അതായത് ബ്ലഡിൽ കൂടുതലാണ്, അതോടെ ആൽവോളയിലേക്ക്. ഓക്കെ ആണോ? അതാണ് ഈ ഒരു ലൈറ്റ് ടോപ്പിക്. As the solubility of carbon dioxide is 20 to 25 times higher than that of the oxygen. അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് കാർബൺ ഡയോക്സൈഡ് സോലുബിലിറ്റി എന്ന് പറയുന്നത് 20 മുതൽ 25 മടങ്ങ് ഓക്സിജനെക്കാട്ടിലും കൂടുതലാണ്. ഓക്കെ, കാർബൺ ഡയോക്സൈഡിന്റെ സോലുബിലിറ്റി ഓക്സിജനെക്കാട്ടിലും 20 തൊട്ട് 25 മടങ്ങ് കൂടുതലാണ്. The amount of carbon dioxide that it can diffuse through the diffusion membrane per unit difference in partial pressure is much higher compared to that of oxygen. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ എവിടെയോ പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു സോലുബിലിറ്റി, കാർബൺ ഡയോക്സൈഡിന്റെ സോലുബിലിറ്റി വളരെ കൂടുതലാണ് ഓക്സിജനെക്കാട്ടിലും. അത് മാത്രമല്ല ഓക്സിജനെക്കാട്ടിലും ഡിഫ്യൂസ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, ആ ഒരു മെംബ്രെയിനിലൂടെയുള്ള ഡിഫ്യൂസ് ചെയ്യാനുള്ള കഴിവും ആർക്ക് തന്നെയാണ് കൂടുതൽ, കാർബൺ ഡയോക്സൈഡിന് തന്നെയാണ് കൂടുതൽ. The diffusion membrane is made up of 3 major layers. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അടുത്തത്. അതായത് ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഉണ്ട്. നമുക്കറിയാം സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ഈ ഒരു റെസ്പിറേറ്ററി ഗ്യാസിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പൊ ഡിഫ്യൂഷൻ നടക്കുന്നു നിങ്ങൾക്കറിയാം, അത് സഹായിക്കുന്ന മെംബ്രെയിൻ ആണ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ. അപ്പൊ ഡിഫ്യൂഷൻ മെംബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് 3 ഇമ്പോർട്ടന്റ് ലെയറുകൾ പെട്ടാണ്. ഏതൊക്കെയാ നോക്കി, തിൻ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളെ, ആൽവിയോളയുടെ വളരെ സ്ക്വാമസ് എപ്പിത്തീലിയം. പിന്നെന്താ പറയണേ, ദ എൻഡോത്തീലിയം ഓഫ് ആൽവിയോളാർ കാപ്പിലറീസ്. നമുക്കറിയാവുന്നതാണ് ആൽവിയോളയ്ക്ക് ചുറ്റും എന്തുകൊണ്ട്, വളരെ നേരത്തെ കാപ്പിലറീസ് ഇരിപ്പുണ്ട്. കാപ്പിലറീസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട്, അതിന് ഹോൾസ് എൻഡോത്തീലിയം സെല്ലുകൾ കൊണ്ടാണ്. അപ്പൊ അവിടെ അതൊരു മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതാണ് രണ്ടാമത്തെ ലെയർ, എൻഡോത്തീലിയമോ ആൽവിയോളാർ കാപ്പിലറീസ് ആൻഡ് ദ ബേസ്മെന്റ് സബ്സ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ദ. ഈ പറയുന്ന രണ്ട് എപ്പിത്തീലിയത്തിനും എൻഡോത്തീലിയത്തിനും ഇടയിലാണ് സബ്സ്റ്റൻസ് ഉണ്ട്, അതിന്റെ പേരെന്താ, ബേസ്മെന്റ് സബ്സ്റ്റൻസ്. ഇപ്പം 3 ലെയർ ഉണ്ട് അല്ലെ. ഏറ്റവും പുറമേ കാണപ്പെടുന്ന നമ്മുടെ ആൽവിയോളയുടെ തിൻ സ്ക്വാമസ് എപ്പിത്തീലിയം, അതിനുശേഷം അല്ലെങ്കിൽ അടുക്കായിട്ട് കാണപ്പെടുന്ന ആ ഒരു ബേസ്മെന്റ് സബ്സ്റ്റൻസ്, അതിനുശേഷമായിട്ട് കാണപ്പെടുന്ന കാപ്പിലറീസിന്റെ എൻഡോത്തീലിയം. ഇങ്ങനെ 3 ലെയേഴ്സും കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിഫ്യൂഷൻ മെംബ്രെയിൻ എന്ന് വിളിക്കുക. However, its total thickness is much less than a millimeter. അപ്പൊ എത്രയൊക്കെ ആയാലും ഈ പറയുന്ന ഡിഫ്യൂഷൻ മെംബ്രെയിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററിൽ താഴെ ഉണ്ടാക്കിയേക്കും. Therefore, all the factors in our body are favorable for diffusion of oxygen from alveoli to tissue and that of carbon dioxide from tissues to alveoli. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മുടെ ശരീരത്തിലെ എല്ലാമൊക്കെ ഘടകങ്ങളും കാർബൺ ഡയോക്സൈഡിന്റെയും ഓക്സിജന്റെയും ട്രാൻസ്പോർട്ട് കൃത്യമാർന്ന രീതിയിൽ നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് ഓക്സിജൻ എവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്, ആൽവിയോളിൽ നിന്ന് ടിഷ്യൂയിലേക്കും, അതോടൊപ്പം തന്നെ കാർബൺ ഡയോക്സൈഡ് ടിഷ്യൂസിൽ നിന്ന് ആൽവിയോളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ ഫാക്ടേഴ്സും അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മെംബ്രെയിൻസ് അവയാണ് ഇവിടെ ഐസിആർടി ടെസ്റ്റിലെ ഫിഗർ 17.4 നൽകിയിരിക്കുന്നത്. നോക്കിയേ, ഇതാണ് ആൽവിയോളി എന്ന് പറയാം. അപ്പൊ ആൽവിയോളി എന്ന് പറയുന്ന ആൽവിയോളയുടെ പിക്ചർ നിങ്ങൾ നോക്കുന്നതാണ്, ഇതാ അല്ലെ, 1 സെല്ല് ഒറ്റ സെല്ല് തിക്കുള്ള ഒരു ആൽവിയോളയുടെ ഗോൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇത് എന്തുമായിരിക്കും, ഈ തന്നിരിക്കുന്നത് സ്ക്വാമസ് എപ്പിത്തീലിയം അല്ലെ, സ്ക്വാമസ് എപ്പിത്തീലിയം. ഇനി അടുത്ത് നോക്കുക,
ഇതിന് ചുറ്റുമായിട്ട് നമുക്കറിയാം ആൽഗോളയ്ക്ക് ചുറ്റുമായിട്ട് എന്തുണ്ട്? ബ്ലഡ് കാപ്പിലറി ഉണ്ട് അല്ലെ? ബ്ലഡ് കാപ്പിലറി ഉണ്ടാക്കിയിരിക്കുന്ന അതിന്റെ ഹോൾ എന്തുകൊണ്ടാ? എൻഡോത്തീലിയം കൊണ്ടല്ലേ? എൻഡോത്തീലിയം കൊണ്ടാ. ഇതെന്താ? എൻഡോത്തീലിയമാണ്. പിന്നെ പറയാം ഇൻ ബിറ്റ്വീൻ ദ സ്ക്വാമസ് എപ്പിത്തീലിയം ആൻഡ് എൻഡോത്തീലിയം ഇതിനിടയ്ക്കായിട്ട് നോക്കി എന്തുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ? ബേസ്മെന്റ് സബ്സ്റ്റൻസ് ഉണ്ട്. ബേസ്മെന്റ് സബ്സ്റ്റൻസും നമുക്ക് അപ്പൊ നോക്കി എന്തൊക്കെയുണ്ട്? ഏറ്റവും പുറമെ സ്ക്വാമസ് എപ്പിത്തീലിയം, പിന്നെ ബേസ്മെന്റ് സബ്സ്റ്റൻസ് അടുത്തായിട്ട് പിന്നെ എൻഡോത്തീലിയം കാപ്പിലറിയുടെ ഇത്രയും കൂടി ചേർന്നതാണ് ആക്ച്വലി നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു മെപ്രിങ് അല്ല ഡിഫ്യൂഷൻ മെപ്രിങ് എന്ന് പറയും. ഇനി നമ്മൾ ക്ലിയർ ആയിട്ട് ട്രാൻസ്പോർട്ട് എങ്ങനെ നടക്കുന്നു, റെസ്പിറേറ്ററി ഗ്യാസിന്റെ ട്രാൻസ്പോർട്ട് എങ്ങനെ നടക്കുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്. എന്താണെന്ന് നോക്കാം. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ്. ബ്ലഡ് ഈസ് ദ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട് ഫോർ ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഓക്സിജൻ ആയാലും കാർബൺ ഡയോക്സൈഡ് ആയാലും നമ്മുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന മീഡിയമാണ് എന്തെന്ന് പറയാ? ബ്ലഡ് എന്ന് പറയാം. അപ്പൊ എങ്ങനെ പറയാം? ബ്ലഡ് ഇസ് ദ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. About 97% of oxygen is transported by RBC in the blood. ഏകദേശം 97% ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനകത്തെ ബ്ലഡിലെ RBC ആണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാ? ഓക്സിജൻ ട്രാൻസ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. ഓക്സിജൻ ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പൊ ഓക്സിജൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഏകദേശം 90% ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാന്നാ പറഞ്ഞേ? RBC ആണ്. ബ്ലഡിലെ RBC ആണ്. ദ റിമൈനിങ് 3%, ബാക്കി എത്ര ശതമാനം ഉണ്ട്? 3% ഉണ്ട് അല്ലെ? റിമൈനിങ് 3% ഓഫ് ഓക്സിജൻ ഈസ് ക്യാരിഡ് ഇൻ എ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ഓഫ് പ്ലാസ്മ. അപ്പൊ പ്ലാസ്മയിൽ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ആയിട്ടാണ് ബാക്കി വരുന്ന 3% ഓക്സിജൻ ട്രാൻസ്ഫർ ചെയ്യും. Nearly 20-25% of carbon dioxide transported by RBCs, whereas 70% of this is carried as bicarbonate. About 7% of carbon dioxide is carried in a dissolved state through plasma. ഇനി നമ്മൾ പറയാൻ ആരംഭിച്ച കാർബൺ ഡയോക്സൈഡിന്റെ ട്രാൻസ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നോക്കി കാർബൺ ഡയോക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. കാർബൺ ഡയോക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 20 തൊട്ട് 25% കാർബൺ ഡയോക്സൈഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് RBC ആണ്. ഓക്കെ ആണ്. ഇനി 70% കാർബൺ ഡയോക്സൈഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് ഫോർമുലാണ്? ബൈകാർബണേറ്റ് എന്ന ഫോർമുല. 7% കാർബൺ ഡയോക്സൈഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാറിയാണോ? പ്ലാസ്മയാണ്. ഇൻ ദ ഫോം ഓഫ് ഡിസോൾവ്ഡ് സ്റ്റേറ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞത് എങ്ങനെയൊക്കെ ഗ്യാസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്സിജനും ഉണ്ട്, അതോടെ തന്നെ കാർബൺ ഡയോക്സൈഡും ഉണ്ട് നമ്മുടെ കൂടുതൽ റെസ്പിറേറ്ററി ഗ്യാസസ്. ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏകദേശം 97% ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് RBC ആണ്. 3% ഡിസോൾവ്ഡ് സ്റ്റേറ്റ്, പ്ലാസ്മയും ഡിസോൾവ്ഡ് സ്റ്റേറ്റ് എന്ന രീതിയിൽ കടന്നു. അതേസമയം കാർബൺ ഡയോക്സൈഡിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ 20 തൊട്ട് 25% കാർബൺ ഡയോക്സൈഡിനെ കൊണ്ടുപോകുന്നത് RBC. കൂടുതൽ, അതായത് 70% കാർബൺ ഡയോക്സൈഡിനെ കൊണ്ടുപോകുന്നത് ബൈകാർബണേറ്റ് ഫോമിലാണ്. 7% കാർബൺ ഡയോക്സൈഡിനെ കൊണ്ടുപോകുന്നത് പ്ലാസ്മയിൽ ഡിസോൾവ്ഡ് ഫോമിലാണ്. അടുത്ത നോക്കി, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഹീമോഗ്ലോബിൻ ഈസ് എ റെഡ് കളേർഡ് ഐറി കണ്ടെയ്നിങ് പിഗ്മെന്റ് present in the RBC. നമുക്കറിയാം നമ്മുടെ ചുവന്ന രക്തകുക്ഷത്തെ RBCയിൽ റെഡ് ബ്ലഡ് കോർപ്പസിൽ ഒരു അയൺ കണ്ടെയ്നിങ് പിഗ്മെന്റ്, ഇരുപ്പടങ്ങിയിരുന്ന ഒരു വർണ്ണവസ്തു ഉണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഹീമോഗ്ലോബിൻ. ഈ ഒരു ഹീമോഗ്ലോബിൻ പിഗ്മെന്റ് ഉള്ളതൊക്കെ കാണാൻ RBCക്ക് റെഡ് കളർ കിട്ടിയത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ ക്യാൻ ബൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ. ഓക്സിജനിലെ നമ്മൾ അനുസരിച്ചിരിക്കുന്ന ഓക്സിജൻ, ആ ഓക്സിജന് ആരുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്? ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യും. ഇൻ എ റിവേഴ്സിബിൾ മാനർ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ. അതായത് ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേർന്ന് ഇവിടെ എന്തൊരു കോമ്പൗണ്ട് ഉണ്ടാവുകയാണ്? ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. അത് റിവേഴ്സിബിൾ മാനറിലാണ്. അതായത് ഓക്സിജൻ ഹീമോഗ്ലോബിനെ കൂടി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടായാൽ ഈ ഉണ്ടായിരുന്ന ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയാം.
ഓക്കെ, തിരിച്ചു പറിച്ചു നടക്കാനായിട്ട് പറ്റുന്നത് ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇവിടെ നടക്കുന്നത് അല്ലെ. അപ്പൊ റിവേഴ്സിബിൾ മാനറിൽ ഇവിടെ ഈ ഒരു റിയാക്ഷൻ നടക്കാം എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതായത് ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറുന്നു. തിരിച്ച് ഈ ഉണ്ടാകുന്ന ഓക്സി ഹീമോഗ്ലോബിനെ പിന്നെ ഡിസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈച്ച് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാൻ ക്യാരി എ മാക്സിമം ഓഫ് 4 molecules ഓഫ് ഓക്സിജൻ. അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓരോ ഹീമോഗ്ലോബിൻ മോളിക്യൂളിനും ഏകദേശം 4 molecules ഓഫ് ഓക്സിജനെ ക്യാരി ചെയ്യാനുണ്ട്. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് ഏകദേശം 4 ഓക്സിജൻ മോളിക്യൂൾസിനെ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. Binding oxygen with the hemoglobin is tightly related to partial pressure of oxygen. അപ്പൊ നമുക്കറിയാം ഓക്സിജൻ ആരുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്, ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷറിനെ ബേസ് ചെയ്തത്. Partial pressure of carbon dioxide, hydrogen ion concentration and temperature are the other factors which can interfere with this binding. നമുക്കറിയാം ഓക്സിജൻ ഉറപ്പായിട്ട് ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യും. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ, ഏത് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ചോദിച്ചാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ. ഇപ്പൊ ഈ പറയുന്ന 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഓക്സിജൻ ആരുമായിട്ട് ബൈൻഡ് ചെയ്യണത്, ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യും. A sigmoid curve is obtained when percentage saturation of hemoglobin with oxygen is plotted against partial pressure of oxygen. അതായത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാൻ പോവാം. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കിക്കഴിഞ്ഞാൽ, എക്സ് ആക്സിസിൽ നമ്മൾ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എടുക്കുന്നു, വൈ ആക്സിസിൽ നമ്മൾ പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഹീമോഗ്ലോബിനോട് ബൈൻഡ് ചെയ്യുമ്പോൾ ആ ഒരു പെർസെന്റേജ് സാച്ചുറേഷൻ നമ്മൾ ഏതിനകത്ത് എടുത്തു, വൈ ആക്സിസിൽ എടുത്തു. ഇതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ നമുക്കൊരു കർവ് പോലെ കിട്ടും. ആ കർവാണ് നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണുക. ഈ ഒരു കർവ് എസ് ഷേഡ് കർവ്. ഈ ഒരു കർവിനെയാണ് നമുക്ക് സിഗ്മോയിഡ് കർവ് എന്ന് പറയും. ക്ലിയർ ആവുന്നോ? അപ്പൊ എന്താണ് സിഗ്മോയിഡ് കർവ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എക്സ് ആക്സിസ് നമ്മൾ എന്താ എടുത്തേ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, വൈ ആക്സിസ് നമ്മൾ പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ എടുക്കുന്നു. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്ത് ഒരു ഗ്രാഫ് വരച്ചാൽ നമുക്കൊരു എസ് ഷേപ്ഡ് കർവ് കിട്ടുന്നു. അതിനെയാണ് നമ്മൾ സിഗ്മോയിഡ് കർവ് എന്ന് പറയുന്നത്. This curve is also called oxygen dissociation curve. ഈ കർവിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് വിളിക്കുന്നത്. And it is highly useful in studying the effect of factors like a partial pressure of carbon dioxide, H+ ion concentration, etc. on binding oxygen with the hemoglobin. അതായത് ഈ ഒരു കർവ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. അതായത് പാർഷ്യൽ പ്രഷർ കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച്, H+ അയൺ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്, കൃത്യമായ രീതിയിൽ ഓക്സിജൻ ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കർവ് കൂടിയാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. In the alveoli, where there is high PO2, low PCO2, lesser H+ ion concentration and lower temperature, the factors are all favorable for the formation of oxyhemoglobin. അപ്പൊ ഇവിടെ എന്താ നോക്കി, ആൽവിയോളയില് എന്ത് സംഭവിക്കും എന്നാ പറയുന്നത്. ആൽവിയോളയിലുള്ള ഫാക്ടേഴ്സാ പറയുന്നത്. ആൽവിയോളയിൽ എങ്ങനെയാണ്, ഹൈ PO2 ആണ് അല്ലെ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണ്. കാരണം നമ്മൾ ഇൻഹലേഷൻ വഴി ഓക്സിജനെ ഇപ്പൊ നിറച്ചു വെച്ചിരിക്കുക. ഇപ്പൊ ഇവിടെ ഉണ്ട് ഓക്സിജൻ, ആൽവിയോളയിൽ ഉണ്ട്. അപ്പൊ ആൽവിയോളയിൽ ഓക്സിജൻ കൂടുതലാണ്. അപ്പൊ എനിക്ക് എങ്ങനെ പറയാം, ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിജൻ ആൽവിയോളയിൽ കൂടുതലാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ആൽവിയോളയിൽ എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. അപ്പൊ എങ്ങനെ പറയും, ലോ പാർഷ്യൽ പ്രഷർ ഓഫ് CO2. കാർബൺ ഡയോക്സൈഡ് ഒക്കെ കുറവാണെങ്കിൽ H+ അയന്റെ കോൺസെൻട്രേഷനും അവിടെ എന്തായിരിക്കും, കുറവായിരിക്കും. ലോ H+ അയൺ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും, ലോ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പൊ ഈ 4 ഫാക്ടേഴ്സ് അവിടെ ഉണ്ടായി. ഈ 4 ഫാക്ടേഴ്സ് എന്തിന് കാരണമാകും, ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷന് കാരണം. ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ എന്താ, ഓക്സിജനും ഹീമോഗ്ലോബിൻ കൂടി ബാക്കി. ഓക്കെ ആണ്. ഇതാണ് കൂടെ വേണമെന്ന് പറഞ്ഞു. ഇനി whereas in the tissues where low PO2, high PCO2, high H+ ion concentration and higher temperature exist, the conditions are favorable for dissociation of oxygen from the oxyhemoglobin. ഇനി നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ് നോക്കി, ഇൻ ടിഷ്യൂസിലെ കേസാണ്. ടിഷ്യൂസിലെ കേസ് പറയാം. നമ്മൾ ആദ്യം പഠിച്ചത് എന്താ, ഇൻ ആൽവിയോളയിൽ എങ്ങനെയാണ് പഠിച്ചു. അപ്പൊ ആൽവിയോളർ ഈ പറയുന്ന ഫാക്ടേഴ്സ് 4 ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് ഫോം ചെയ്ത്, ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്തത്. ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്ത് ബ്ലഡിനകത്ത് ഇരിക്കുവാണല്ലോ. ഈ ബ്ലഡിന് ഇവിടെ കൊടുക്കും, ടിഷ്യൂസിൽ കൊണ്ടുപോകും. അപ്പൊ ടിഷ്യൂസിൽ എത്തിക്കഴിഞ്ഞാൽ ടിഷ്യൂസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ടിഷ്യൂസിലെ ഫാക്ടേഴ്സ് എന്താണ്,
ടിഷ്യൂസിൽ നമുക്കറിയാം മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നതിന്റെ ഫലമായിട്ടൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലാണ് ടിഷ്യൂസിൽ. അപ്പൊ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഹൈ PCO അല്ലെ, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ടിഷ്യൂസിൽ കൂടുതൽ. കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂസിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിജന്റെ അളവ് എന്തായിരിക്കും? കുറവാണ്. അപ്പൊ ലോ PO2 എന്ന് എനിക്ക് പറയട്ടെ. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും H+ അയൺ കോൺസെൻട്രേഷനും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ടെമ്പറേച്ചറും എങ്ങനെയായിരിക്കും? കൂടുതൽ ആയിരിക്കും. ക്ലിയർ ആണ്. അതായത് നമ്മൾ നേരത്തെ ആൽവിയോളിയുടെ കണ്ടീഷൻ എന്താണോ പഠിച്ചത് അതിന് ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുന്ന ടിഷ്യൂസിലെ കണ്ടീഷൻ എന്ന് പറയും. അപ്പൊ എന്താ പറ്റുക? ഓക്സി ഹീമോഗ്ലോബിൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കണ്ടീഷൻ ടിഷ്യൂസിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഓക്സി ഹീമോഗ്ലോബിനെ അവിടെ എന്ത് ചെയ്യും? ഡിസോസിയേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ അവിടെ വെച്ച് ഡിസോസിയേറ്റ് ചെയ്യുന്നപ്പോൾ എന്താ ഇടിക്കുകയാണ് അല്ലെ, ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യും ഹീമോഗ്ലോബിനായിട്ട്. This clearly indicates that oxygen gets bound to hemoglobin in the lung surface and gets dissociated in the tissue. അത് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതിൽ നിന്നും എന്താ ഓക്സിജൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനായിട്ട് ചേരുന്ന എവിടെ വെച്ചാൽ ലങ്സ് അല്ലെ, അയോളയിൽ വെച്ചിട്ട്. എന്നാൽ പിന്നീട് ടിഷ്യൂസിൽ എത്തുമ്പോൾ ഇവർ എന്താ ചെയ്യുക? ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ചേരുന്നത് അങ്ങ് ബ്രേക്ക് ചെയ്യുക. ഹീമോഗ്ലോബിൻ ബ്രേക്ക് ചെയ്യുന്ന ടിഷ്യൂസ് വെച്ചിട്ട്. ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ നടക്കുന്നത് ലങ്സിൽ വെച്ചും ഓക്സി ഹീമോഗ്ലോബിന്റെ ഡിസോസിയേഷൻ നടക്കുന്നത് ടിഷ്യൂസിൽ വെച്ചുമാണെന്ന് മനസ്സിലായി. Every 100 ml of oxygenated blood can deliver around 5 ml of oxygen to the tissues under normal physiological condition. ഓരോ 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡിനും എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്ന പറയുന്നേ 5 ml ഓക്സിജനെ എന്ത് ചെയ്യാൻ ടിഷ്യൂസിലേക്ക് എത്തിക്കാൻ പറ്റും. 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡിന് എന്ത് ചെയ്യാൻ പറ്റും? ഏകദേശം 5 ml ഓക്സിജനെ എന്ന് പറയുന്ന ടിഷ്യൂസിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ മാസ്റ്റർ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ള കേസ്. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് കാണാം. ഇപ്പൊ ലൈൻ ബൈ ലൈൻ സീരീസ് ആയെന്ന് നമുക്ക് അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മുടെ മാസ്റ്റർ ക്ലാസ്സിൽ അതൊക്കെ വളരെ ലിക്വിഡ് ആയിട്ട് എടുക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചു തീർത്തു. ഇനി പഠിക്കുന്ന എപ്പോ ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. Carbon dioxide is carried by hemoglobin as carbaminohemoglobin. കാർബൺ ഡൈ ഓക്സൈഡിനെ ഹീമോഗ്ലോബിൻ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത് ഏത് ഫോമിലാണ്? കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന ഫോമിലാണ്. അതേസമയം നമ്മൾ നേരത്തെ ഓക്സിജനെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞില്ലേ ഹീമോഗ്ലോബിൻ, ഏത് ഫോമില? ഓക്സി ഹീമോഗ്ലോബിൻ എന്ന ഫോമിലാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, കാർബൺ ഡൈ ഓക്സൈഡിനെ ഹീമോഗ്ലോബിൻ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത് കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന ഫോമിലാണ്. ഏകദേശം 20 തൊട്ട് 25% കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന ഫോമിൽ കൊണ്ടുപോകുന്നത്. ദിസ് ബൈൻഡിങ് ഇസ് റിലേറ്റഡ് ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഈ ഒരു ബൈൻഡിങ് എന്തുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് എ മേജർ ഫാക്ടർ വിച്ച് കുഡ് എഫക്ട് ദിസ് ബൈൻഡിങ്. അപ്പോൾ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബൈൻഡിങ്ങിനെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെന്ന് പറയാം. വെൻ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഹൈ ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇസ് ലോ ആസ് ഇൻ ദ ടിഷ്യൂസ്. അപ്പൊ ടിഷ്യൂസിലെ കേസ് എങ്ങനെയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ടിഷ്യൂസിൽ എങ്ങനെയാ? പാർഷ്യൽ പ്രഷർ ഓഫ് CO2 കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് കുറവാണ് അല്ലെ. വെൻ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഹൈ ആൻഡ് partial pressure of oxygen is low as in the tissues, more binding of carbon dioxide occurs. അല്ലേ? അപ്പൊ കൂടുതൽ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബൈൻഡിങ് നടക്കും. എപ്പോഴാണ്? ടിഷ്യൂസിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലും ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറവും ആയതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് പോയോ ഹീമോഗ്ലോബിനായിട്ടൊക്കെ ബൈൻഡ് ചെയ്യാനുള്ള ചാൻസ് അവിടെ വളരെയധികം കൂടുതലാണ്. Whereas when the partial pressure of carbon dioxide is low and the partial pressure of oxygen is high as in the alveoli, dissociation of carbon dioxide from carbaminohemoglobin takes place. അതായത് ആൽവിയോളി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ആൽവിയോളയിൽ കുറവാണ്, എന്നാൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ആൽവിയോളയിൽ എന്താ? കൂടുതലാണ്. അപ്പൊ അത് എന്തിന് കാരണമായി തീരും? ഡിസോസിയേഷന് കാരണമായി തീരും. എന്തിന്റെ ഡിസോസിയേഷനാ? ഡിസോസിയേഷൻ ഓഫ് കാർബമിനോ ഹീമോഗ്ലോബിൻ. കാർബമിനോ ഹീമോഗ്ലോബിന്റെ ഡിസോസിയേഷന് കാരണമാകും. ആൽവിയോളിൽ എന്താ നടക്കുക? കാർബമിനോ ഹീമോഗ്ലോബിന്റെ ഡിസോസിയേഷൻ. ടിഷ്യൂസിൽ എന്താ നടക്കുക?
ഫോർമേഷൻ ഓഫ് കാർബ് അമിനോ ഹീമോഗ്ലോബിൻ അല്ലേ? ഫോർമേഷൻ ഓഫ് കാർബ് അമിനോ ഹീമോഗ്ലോബിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്? ബാക്കി നോക്കാം. That is, carbon dioxide which bound to hemoglobin from the tissues is delivered to the alveoli. അല്ലെ, അതായത് ഹീമോഗ്ലോബിൻ കാർബൺ ഡൈ ഓക്സൈഡ് ചേരുന്നത് ടിഷ്യൂസിൽ വെച്ചും എന്നാൽ അത് ചെന്ന് ഡിസോസിയേറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ആൽവിയോളയിൽ വെച്ചുമാണ്. RBCs contain a very high concentration of the enzyme carbonic anhydrase and minute quantities of the same is present in the plasma too. RBCയിൽ ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. ആ എൻസൈമിന്റെ പേരാണ് കാർബോണിക് അൻഹൈഡ്രേസ്. RBCയിൽ ഈ പറഞ്ഞ കാർബോണിക് അൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ അളവ് വളരെയധികം കൂടുതലാണ്. ഇതേ കാർബോണിക് അൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം എവിടെയും ഉണ്ട്? പ്ലാസ്മയിലും ഉണ്ട്. അത് പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ, മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന കാർബോണിക് അൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം ഫെസിലിറ്റേറ്റ്സ് ദ ഫോളോയിങ് റിയാക്ഷൻ ബോത്ത് ഡയറക്ഷൻ. അപ്പൊ കാർബോണിക് അൻഹൈഡ്രേസ് എന്ന് പറയുന്ന ആ ഒരു എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സഹായം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കി, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേരുന്നുണ്ട് അല്ലെ. കാർബോണിക് അൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം അതിന് സഹായിച്ച് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? H2CO3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ H2CO3 കാർബോണിക് അൻഹൈഡ്രേസ് അതിനെ ബൈകാർബണേറ്റും H+ ആയിട്ട് പിന്നീട് അത് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. At the site of tissue, that is the tissue site, where partial pressure of carbon dioxide is high due to catabolism. നമുക്കറിയാം ടിഷ്യൂസിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണ്. കാരണം അവിടെ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് എസ്പെഷ്യലി കാറ്റബോളിസം നടക്കുന്നത് കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ എവിടെയാണ് കൂടുതൽ? ടിഷ്യൂസിൽ കൂടുതലാണ്. അതിന്റെ ഫലമായി കാർബൺ ഡിഫ്യൂസൻസ്, ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസസ് ഇൻ ടു ബ്ലഡ്. അവരെന്ത് ചെയ്യും? ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് RBCയിലേക്കും ഡിഫ്യൂസ് ചെയ്യാം, പ്ലാസ്മയിലേക്കും ഡിഫ്യൂസ് ചെയ്യാം. അതിന്റെ ഫലമായിട്ട് എന്ത് ഫോം ചെയ്യുന്ന പറഞ്ഞേ? HCO3- അല്ലെ, ബൈകാർബണേറ്റ് അയോണുകൾ. അതോടൊപ്പം തന്നെ H+ അവിടെ എന്ത് ചെയ്യാണ്? ഫോം ചെയ്യുകയാണ്. അതാണ് ഈ ഒരു ഇക്വേഷൻ നൽകിയിരിക്കുന്നത്. അറ്റ് ആൽവിയോളാർ സൈറ്റ്, ആൽവിയോളയിൽ എത്തുമ്പോൾ എന്താണെന്ന് നോക്കി, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ആൽവിയോളയിൽ എന്താണ്? കുറവാണ്. ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എന്നാൽ ഈ റിയാക്ഷൻ തിരിച്ചാണ് പിന്നെ ആൽവിയോളയിൽ നടക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കുന്നു. അതിന്റെ ഫലമായിട്ട് എന്തോ ഉണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. മക്കളെ നിങ്ങൾ ചിന്തിക്കുക, ടിഷ്യൂസിൽ എന്താ സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കാർബോണിക് അൻഹൈഡ്രേസുമായിട്ട് ചേർന്ന് H2CO3 ആകും. പിന്നെയും കാർബോണിക് അൻഹൈഡ്രേസിന്റെ പ്രസൻസിൽ അതെന്താവും? ബൈകാർബണേറ്റ് H+ ആകും. ഇത് ടിഷ്യൂസിലാണ്. എന്നാൽ ആൽവിയോളിൽ എത്തുമ്പോൾ ആൽവിയോളിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷറാണ് കൂടുതൽ, കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്. അപ്പൊ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നടക്കുക. അതായത് HCO3- H+ എന്തായിട്ട് അവിടെ കൺവേർട്ട് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുകയാണ്. എവിടെ എത്തുമ്പോഴാ? ആൽവിയോളിൽ. അതായത് ഇത് തിരിച്ചാണ് നടക്കുന്നത്. അതായത് റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലേ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, thus the carbon dioxide is trapped as bicarbonate. അതായത് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഏത് ഫോമിലാണ് ട്രാപ്പ് ചെയ്തേക്കുന്നത്? ബൈകാർബണേറ്റ് ആയിട്ട് ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? അതിന്റെ ടിഷ്യൂ ലെവൽ. അതായത് ടിഷ്യൂ ലെവലിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ഫോമിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാപ്പ് ചെയ്തേക്കുന്നത്? ബൈകാർബണേറ്റ് ഫോമിൽ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു ദ ആൽവിയോളി. ആൽവിയോളയിലേക്ക് എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെ. ആൽവിയോളയിൽ എത്തുമ്പോൾ അതവിടെ പറയുന്നേ, thus carbon dioxide is trapped as bicarbonate at the tissue level and transported to the alveoli and it is released out as carbon dioxide. അല്ലെ, ആൽവിയോളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈകാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ തിരിച്ചു മാറിയിട്ട് അവർ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആവും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പിന്നീട് റിലീസ് ചെയ്യുന്നത്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. എന്താ നോക്കാം. Every 100 ml of deoxygenated blood delivers approximately 4 ml of carbon dioxide to the alveoli. ഓരോ 100 ml ഡിയോക്സിയേറ്റഡ് ബ്ലഡ്, 100 ml ഡിയോക്സിയേറ്റഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ 100 ml ബ്ലഡ് അല്ലെ. അത് എന്താ ചെയ്യണത്? ഏകദേശം 4 ml കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആൽവിയോളയിലേക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, 100 ml ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആൽവിയോളയിലേക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ്? 4 ml ആണ്. അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്തു വെച്ചിരിക്കുക. എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്, മെക്കാനിസം എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു റെസ്പിറേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് അതിനെക്കുറിച്ച് നോക്കാം. Human beings have a significant ability to maintain and moderate the respiratory rhythm to suit the demands of the body tissue. അതായത് നമ്മൾ ഹ്യൂമൻ ബീങ്സിന് ഒരു പ്രത്യേകതയില്ല.
നമുക്ക് നമ്മുടെ ബോഡിക്കകത്തുള്ള നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ആയിക്കോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, അപ്പൊ അതിനെ കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് നമുക്ക് വേണ്ടത് ഓക്സിജൻ ആണ്. നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് ഫലമായിട്ട് ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ആണ് ആരെന്ന് പറയാം, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അതിനെ എലിമിനേറ്റ് ചെയ്തേ പറ്റും. ഓക്സിജനെ വേണം, കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ അത് കൃത്യമാർന്ന രീതിയിലാണ് നമ്മുടെ ബോഡിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു കഴിവുണ്ട്. ദിസ് ഈസ് ഡൺ ബൈ ദ ന്യൂറൽ സിസ്റ്റം. അപ്പൊ നമ്മുടെ ഈ ഒരു റെസ്പിറേഷൻ റെഗുലേഷൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നെർവസ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ നമ്മുടെ ന്യൂറൽ സിസ്റ്റം ആണെന്ന് പറയാം. A specialized center present in the medulla region of the brain called respiratory rhythm center is primarily responsible for this regulation. നമ്മൾ ഈ പറയുന്ന റെസ്പിറേഷൻ റെഗുലേഷനെ കൃത്യമാർന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണെന്നാ പറഞ്ഞത്? നമ്മുടെ ന്യൂറൽ സിസ്റ്റം ആണ്, അല്ലെ? നെർവസ് സിസ്റ്റം ആണ്, ന്യൂറൽ സിസ്റ്റം ആണ്. അപ്പൊ ഈ ന്യൂറൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയുന്ന ആളല്ലേ, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന ആളല്ലേ നമ്മുടെ ബ്രെയിൻ. അപ്പൊ നമ്മുടെ ബ്രെയിനകത്ത് ആരുണ്ട്? ഒരു പാർട്ടുണ്ട്. ആ പാർട്ടിന്റെ പേരാണ് എന്തെന്ന് പറയാ? മെഡുല്ല എന്ന് പറയാം. മെഡുല്ലയിൽ ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയന്റെ പേരാണ് റെസ്പിറേറ്ററി റിഥം സെന്റർ എന്ന് പറയും. എന്താ പേര്? റെസ്പിറേറ്ററി റിഥം സെന്റർ. മെഡുല്ലയിലുള്ള റീജിയൻ ആണ് റെസ്പിറേറ്ററി റിഥം സെന്റർ. ഓക്കെ. Another center present in Pons region of the brain called pneumotaxic center. നമ്മുടെ ബ്രെയിനിലെ തന്നെ മറ്റൊരു റീജിയൻ ആണ് പോൺസ് റീജിയൻ. പോൺസ് റീജിയനിൽ കാണപ്പെടുന്ന സെന്ററിന്റെ പേരെന്താണ്? ന്യൂമോടാക്സിക് സെന്റർ. അപ്പൊ ഈ പറയുന്ന റെസ്പിറേറ്ററി റിഥം സെന്ററും ന്യൂമോടാക്സിക് സെന്ററും നമ്മുടെ റെസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കുക, ന്യൂമോടാക്സിക് സെന്റർ ക്യാൻ മോഡറേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദ റെസ്പിറേറ്ററി റിഥം സെന്റർ. മെഡുല്ലയിൽ കാണപ്പെടുന്ന റെസ്പിറേറ്ററി റിഥം സെന്ററിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ന്യൂമോടാക്സിക് സെന്റർ. ക്ലിയർ ആണോ? ഇനി അടുത്ത് നോക്കാം. ന്യൂറൽ സിഗ്നൽ ഫ്രം ദിസ് സെന്റർ ക്യാൻ റെഡ്യൂസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ. അപ്പൊ ഇവിടെ നോക്കുക, റെസ്പിറേറ്ററി റിഥം സെന്റർ നമ്മുടെ ആ ഒരു റെസ്പിറേറ്ററി റിഥത്തിനെ കൺട്രോൾ ചെയ്യുന്നു എന്നാ പറയുന്നത്. അവർ പ്രധാനമായിട്ട് എന്താ ചെയ്യുക? ന്യൂറൽ സിഗ്നൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ, ആ ഒരു ദൈർഘ്യം അവരെന്ത് ചെയ്യും? കുറയ്ക്കും. ഓക്കെ. റിഡ്യൂസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ. അതുവഴി അവരെന്ത് ചെയ്യാണ്? ഓൾട്ടർ ദ റെസ്പിറേറ്ററി റേറ്റ്. നമ്മുടെ ആ ഒരു റെസ്പിറേറ്ററി റേറ്റ് അവരെന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. ഈ നമ്മുടെ ബോഡിയിൽ കാണുന്ന അടുത്തൊരു ഏരിയ ആണ് കീമോ സെൻസിറ്റീവ് ഏരിയ. അടുത്ത ഏരിയയുടെ പേരെന്താണ്? കീമോ സെൻസിറ്റീവ് ഏരിയ. ഈ കീമോ സെൻസിറ്റീവ് ഏരിയ ഈസ് സിറ്റുവേറ്റഡ് അഡ്ജസന്റ് ടു ദ റിഥം സെന്റർ. റെസ്പിറേറ്ററി റിഥം സെന്ററിന് തൊട്ടടുത്തായിട്ട് മറ്റൊരു ഏരിയ ഇരിപ്പുണ്ട്. അതിന്റെ പേരാണ് കീമോ സെൻസിറ്റീവ് ഏരിയ. ഈ കീമോ സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുമ്പോൾ അത് H+ അയോണിനോടും അതോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഹൈ കോൺസെൻട്രേഷനോടും വളരെയധികം സെൻസിറ്റീവ് ആണ്. ഓക്കെ. ഇറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. ഓക്കെ. ഹൈഡ്രജൻ അയോൺസിനോടും കാർബൺ ഡൈ ഓക്സൈഡിനോടും ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ് ആരെന്ന് പറയാ? കീമോ സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ ദീസ് സബ്സ്റ്റൻസസ് ക്യാൻ ആക്ടിവേറ്റ് ദിസ് സെന്റർ. അതായത് H+ അയോണിന്റെയോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെയോ അളവ് നമ്മുടെ ബോഡിയിൽ കൂടുതലാണെങ്കിൽ അതാരും മനസ്സിലാക്കും? കീമോ സെൻസിറ്റീവ് ഏരിയ മനസ്സിലാക്കും. അവർ ആക്ടിവേറ്റ് ആവുകയും അതിന്റെ ഫലമായിട്ട് ഇവര് എന്ത് ചെയ്യും? കീമോ സെൻസിറ്റീവ് ഏരിയ ഒരു സിഗ്നൽ ആരിലേക്ക് പറഞ്ഞു വിടുന്നു? റെസ്പിറേറ്ററി റിഥം സെന്ററിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യും. അതിന്റെ ഫലമായിട്ട് റെസ്പിറേറ്ററി റിഥം സെന്റർ പെർട്ടിക്കുലർ പ്രോസസ്സിനെ അവർ എന്ത് ചെയ്യും? അവരുടെ ഡ്യൂറേഷൻ കൺട്രോൾ ചെയ്യും. ക്ലിയർ ആവുന്നോ? അതാണ് സംഭവിക്കുക. Increase in these substances can activate the chemosensitive area, which in turn can signal the rhythm center to make necessary adjustments in the respiratory process, by which these substances can be eliminated. അതിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്, H+ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി അടുത്ത വേറൊരു ഭാഗമാണ് റിസപ്റ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ അയോർട്ടിക് ആർച്ച് ആൻഡ് കരോട്ടിഡ് ആർട്ടറി. അതായത് നമ്മുടെ ബ്ലഡ് വെസലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള രണ്ട് കാര്യം അവിടെ പറയുന്നത്. കരോട്ടിഡ് ആർട്ടറിയിലും അയോർട്ടിക് ആർച്ചിലും എന്തടങ്ങിയിട്ടുണ്ട്? റിസപ്റ്റർ സെല്ലുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള റിസപ്റ്റേഴ്സിനും എന്തിനുള്ള കഴിവുണ്ടെന്നാ പറയുന്നത്? ദേ ക്യാൻ ഓൾസോ റെക്കഗ്നൈസ് changes in carbon dioxide and H+ ion concentration and send necessary signals to the respiratory rhythm center for remedial action. അതായത് കരോട്ടിഡ് ആർട്ടറിയിലും അയോർട്ടിക് ആർച്ചിലും അടങ്ങിയിരിക്കുന്ന റിസപ്റ്റേഴ്സിനും H+ അയൺ കോൺസെൻട്രേഷനും കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷനും ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അവരെന്ത് ചെയ്യും? ഇത് മനസ്സിലാക്കിയതിനു ശേഷം, അവർ സ്റ്റിമുലേറ്റ് ആയതിനു ശേഷം ഇവർ സിഗ്നൽ എങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു? റെസ്പിറേറ്ററി റിഥം സെന്ററിന് പാസ് ചെയ്യുന്നു. അതുവഴി റെസ്പിറേറ്ററി റിഥം സെന്റർ നമ്മുടെ റെസ്പിറേഷന്റെ റേറ്റിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. The role of oxygen in the regulation of respiratory rhythm is quite insignificant. ഓക്സിജന്റെ റോൾ എന്ന് പറയുന്നത്, അതായത് റെഗുലേഷനിൽ റെസ്പിറേറ്ററി റെഗുലേഷനിൽ ഓക്സിജന്റെ റോൾ എന്ന് പറയുന്നത് അത്രത്തോളം സിഗ്നിഫിക്കന്റ് ഒന്നും അല്ല.
അതേസമയം കാർബൺ ഡൈ ഓക്സൈഡിന്റെയും H+ന്റെ റോള് വളരെ വലുതാണ് എന്നുള്ളൊരു കേസ് കൂടി ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് റെസ്പിറേഷന്റെ റെഗുലേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ റെസ്പിറേഷൻ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറൽ സിസ്റ്റം ആണ്. ബ്രെയിനിലെ 2 ഭാഗങ്ങൾ മെഡുല്ല പോൺസ് ഓർത്തു വെച്ചിരിക്കുക. മെഡുലർ റീജിയൻ റെസ്പിറേറ്ററി റിതം സെന്റർ, പോൺസിലർ റീജിയൻ ന്യൂമോടാക്സിസ് സെന്റർ. റെസ്പിറേറ്ററി റിതം സെന്ററിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ന്യൂമോടാക്സിസ് സെന്റർ. റെസ്പിറേറ്ററി റിതം സെന്റർ നമ്മുടെ ബോഡിയിലെ ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷനെ കൺട്രോൾ ചെയ്തുകൊണ്ട് റെസ്പിറേറ്ററി റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. കീമോസെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത് H+ അയോണിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ ആക്ടിവേറ്റ് ആവുന്ന റീജിയൻ ആണ്. അവര് ആക്ടിവേറ്റ് ആയതിനു ശേഷം റെസ്പിറേറ്ററി റിതം സെന്ററിനോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ റെസ്പിറേറ്ററി റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു. പിന്നീട് പറഞ്ഞത് റിസപ്റ്റേഴ്സ് ഇൻ ദ കേസ് ഓഫ് കരോട്ടിഡ് ആർട്ടറി ആൻഡ് അയോപ്റ്റിക് ആർച്ച്, അവരും H+ അയോണിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് കൂടുമ്പോൾ അതിനനുസരിച്ച് അവരും സ്റ്റിമുലേറ്റ് ആവുകയും റെസ്പിറേറ്ററി റിതം സെന്ററിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ബോഡിയിൽ റെസ്പിറേഷൻ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പറയണത് ഈ ചാപ്റ്റർ ലാസ്റ്റ് സെക്ഷൻ ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന ഡിസോർഡറുകൾ എന്തെല്ലാമാണ് നോക്കാം. പ്രധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് NCERT ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്നത് 3 ഡിസോർഡേഴ്സ് ആണ്. ഒന്നാമത്തത് ആസ്മ, രണ്ടാമത്തത് എംഫിസിമ, മൂന്നാമത്തത് ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. ആദ്യത്തേതാണ് ആസ്മ. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു അസുഖമാണ് അല്ലെ ആസ്മ എന്ന് പറയുന്നത്. അപ്പൊ എന്താന്ന് നോക്കി, ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് അല്ലെ, ഇത് ശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ. അങ്ങനെയല്ല, അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ആസ്മ പേഷ്യന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു വീസിങ് സൗണ്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ, നന്നായിട്ടൊരു വീസിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് മാത്രമല്ല, അവർക്ക് കൃത്യമായ രീതിയിൽ ശ്വസിക്കാൻ പറ്റില്ല, ശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടും ഉണ്ടാകും. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അതിനുള്ള കാരണമാണ് പറയുന്നത് ഡ്യൂ ടു ദ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. നമ്മുടെ ലങ്സിൽ ബ്രോങ്കിയോൾ എന്ന് പറയുന്ന ഭാഗങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈ ബ്രോങ്കിയോൾ എന്ന ഭാഗങ്ങളിൽ ഇൻഫ്ലമേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട്, വീക്കം നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് നടക്കുന്നത്, ഈ ഒരു ആസ്മ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടാവുന്നത്. അപ്പൊ ആസ്മ എന്താണ്? ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് ആണ്, വീസിങ് ഉണ്ടാവുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബ്രോങ്കൈയും ബ്രോങ്കിയോളും ഇൻഫ്ലമേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ടാണ്. അടുത്തതാണ് എംഫിസിമ. എംഫിസിമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ക്രോണിക് ഡിസോർഡർ. ഇത്തിരി ബുദ്ധിമുട്ടുള്ള നല്ലൊരു കണ്ടീഷനാണ്. എന്തെന്ന് പറയുന്നത്, ഇത്തിരി ഭയങ്കരമായിട്ടൊരു കണ്ടീഷനാണെന്ന് നമുക്ക് പറയാം. ഏതെന്ന് പറയുന്നത് എംഫിസിമ. എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആൽവിയോളർ വോൾസ് ആർ ഡാമേജ്. നമ്മുടെ ആൽവിയോളർ വോൾ എന്ത് ചെയ്യാണ്? നശിച്ചു പോവുകയാണ്. ഡ്യൂ ടു വിച്ച് റെസ്പിറേറ്ററി സർഫസ് ഇസ് ഡിക്രീസ്. അതിന്റെ ഫലമായിട്ട് റെസ്പിറേറ്ററി സർഫസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. നമുക്കറിയാം, എയർ സാക്ക് എന്നറിയപ്പെടുന്ന ആളാണ് ആൽവിയോളെ. ആൽവിയോളയുടെ വോൾസ് നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി സർഫസ് അവിടെ എന്ത് ചെയ്യാണ്? കുറയുകയാണ്. എങ്ങനെയാണ് ഈ ആൽവിയോളർ വോൾ നശിച്ചത്? ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ്. സിഗരറ്റ് സ്മോക്കിങ്ങിന്റെ ഫലമായിട്ട് ആൽവിയോളർ വോൾ നശിക്കുകയും റെസ്പിറേറ്ററി സർഫസ് കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എംഫിസിമ എന്ന് പറയുന്നത്. ഇനി അടുത്ത കണ്ടീഷനാണ് ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. അതായത് തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന ലങ്സിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്ന അസുഖമാണ് ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. അതെന്താന്ന് നോക്കാം. ഇൻ സർട്ടൻ ഇൻഡസ്ട്രീസ്, എസ്പെഷ്യലി ദോസ് ഇൻവോൾവിംഗ് ഗ്രൈൻഡിംഗ് ഓർ സ്റ്റോൺ ബ്രേക്കിംഗ്, so much dust is produced that the defense mechanism of the body cannot fully cope with the secretion. അതായത് ഗ്രൈൻഡിങ് ഇൻഡസ്ട്രിയിലും സ്റ്റോൺ ബ്രേക്കിംഗ് ഇൻഡസ്ട്രിയിലും, അതായത് പാറ പൊട്ടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഹ്യൂമൻ ബീങ്സ് ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ബോഡിക്കകത്തേക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ അളവ് കൂടുതലായിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ കയറുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് ലങ്സിലെ ടിഷ്യൂസിനെ നശിപ്പിക്കാൻ കാരണമാവുകയും അതിന്റെ ഫലമായിട്ട് ഒരുപാട് അസുഖങ്ങൾ ഫോം ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ആക്ച്വലി ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ കാറ്റഗറിയിൽ വരുന്നത്. ലോങ് എക്സ്പോഷർ ക്യാൻ ഗീവ് റൈസ് ടു ഇൻഫ്ലമേഷൻ ലീഡിങ് ടു ഫൈബ്രോസിസ്. ഇപ്പോൾ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ലങ്സിൽ എത്തിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇൻഫ്ലമേഷൻ ഒക്കെ ലീഡ് ചെയ്യും. അത് പിന്നീട് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഫൈബ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബ്രസ് ടിഷ്യൂവിന്റെ പ്രൊളിഫറേഷൻ ആണേ. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം അവിടെ ഉണ്ടാവും. അവസാനം ലങ്സ് തന്നെ എന്ത് ചെയ്തു പോകും? ഡാമേജ് ആയി പോകുന്നു. ലങ് ഡാമേജിലേക്ക് ഇത് ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ, ഒക്കുപേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടില്ലേ ഞാൻ ഇങ്ങനെ ഒരു ലങ് ഡാമേജ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കാം. വർക്കേഴ്സ് ഇൻ സച്ച് ഇൻഡസ്ട്രീസ് ഷുഡ് വിയർ പ്രൊട്ടക്റ്റീവ് മാസ്ക്. അപ്പൊ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് എന്ത് ചെയ്യണം? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാസ്കുകൾ ധരിക്കണം അല്ലെ. അപ്പൊ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലങ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത് തടയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിച്ചത് 3 ഡിസോർഡേഴ്സ് ആണ്: ആസ്മ, എംഫിസിമ, ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ബ്രീതിങ് എന്താണ്, അതോടൊപ്പം തന്നെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതെങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു,
റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെ. അപ്പൊ ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഫുള്ളി ഡീകോഡ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇത് മാസ്റ്റർ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടാൽ കൂടുതൽ ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും. മാസ്റ്റർ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾ എന്തും കൂടി കാണുക, ഈ ലൈൻ ബൈ ലൈൻ സീരീസ് കൂടെ കാണുക. അപ്പൊ ലൈൻ ബൈ ലൈൻ ആയിട്ട് നിങ്ങൾ ഓരോ ചാപ്റ്ററും ഡീകോഡ് ചെയ്ത് തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ നീറ്റിന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ദെൻ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.